ഹലോ ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് എന്ന വിഷയത്തിലെ 5ാമത്തെ മൊഡ്യൂളിനെ പറ്റി ഡീൽ ചെയ്യുന്ന ഈ ഒരു ലെക്ചറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. KT യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരമാണ് ഈ ലെക്ചർ ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ 5ാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് റൂട്ട്സ് ഓഫ് ട്രാൻസെൻഡന്റൽ ഇക്വേഷൻസ്. അത് തന്നെ അതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള പല മെത്തേഡ്സ് ആണ് മെയിൻലി ഈ മൊഡ്യൂളിൽ പറയുന്നത്. അതിൽ ആദ്യമായി പറയുന്നത് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ്, പിന്നെ റെഗുലർ ഫോൾസി മെത്തേഡ് ഉണ്ട്, പിന്നെ നമുക്ക് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് വരുന്നുണ്ട്. അതുകൂടാതെ ഇന്റർപോളേഷൻ മെത്തേഡും വരുന്നുണ്ട്. ഇന്റർപോളേഷനിൽ ലഗ്രാഞ്ചെ ഇന്റർപോളേഷൻ മെത്തേഡാണ് ഈ മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ മൊഡ്യൂൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസെൻഡന്റൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഇക്വേഷൻസ് നമ്മളുടെ മാത്തമാറ്റിക്സ് വിഷയത്തിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നമുക്ക് രണ്ടായിട്ട് ഇക്വേഷൻസിനെ പറയാം. ഒന്ന് ആൾജിബ്രിക് ഇക്വേഷനും പിന്നെയുള്ളത് ട്രാൻസെൻഡന്റൽ ഇക്വേഷൻസുമാണ്. സാധാരണ ഏതൊരു പോളിനോമിയൽ ഇക്വേഷനെയും നമുക്ക് ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയാം. എന്നാൽ ആ ഒരു ഇക്വേഷനിൽ പോളിനോമിയൽസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, a0 x raised to n പ്ലസ് a0 x raised to n മൈനസ് 1, അങ്ങനെ an വരെയുള്ള ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഇതിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ, ആ ഇക്വേഷനെയാണ് നമ്മൾ ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോളിനോമിയൽസ് മാത്രമേ വരുന്നുള്ളൂ. നേരെ മറിച്ച് രണ്ടാമത്തെ കാറ്റഗറിയായ ട്രാൻസെൻഡന്റൽ ഇക്വേഷൻസിലേക്ക് വരുമ്പോൾ ഇതിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് മാത്രമല്ല, അത് കൂടാതെ മറ്റ് ഫംഗ്ഷൻസും കൂടി ഈ ഇക്വേഷനിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷനോ ലോഗരിതമിക് ഫംഗ്ഷനോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനോ അങ്ങനെ ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും പോളിനോമിയൽസ് കൂടാതെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിൾ ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x മൈനസ് കോസ് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. ഈ ടൈപ്പ് ഇക്വേഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ട്രാൻസെൻഡന്റൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിളും കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതായത് എക്സ് ലോഗ് എക്സ് മൈനസ് 1.2 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലോഗരിതമിക് ടേം നമുക്ക് നമ്മുടെ എക്സ്പ്രഷനിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ട്രാൻസെൻഡന്റൽ ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നമ്മളുടെ സിലബസ് പ്രകാരം ഈ രീതിയിലുള്ള ട്രാൻസെൻഡന്റൽ ഇക്വേഷൻസിന്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള പല മെത്തേഡ്സുമാണ് ഡീൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അതിനു മുന്നേ നമുക്കൊരു ഇക്വേഷന്റെ റൂട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുക്കുന്നത് ഒരു എഫ് ഓഫ് എക്സ്, y is equal to f of x that is equal to x minus 4 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഞാൻ എടുക്കുവാണ്. അതായത് ഇതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 4 എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു റിലേഷന്റെ അർത്ഥം, ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? y is equal to x minus 4 അല്ലെങ്കിൽ y is equal to f of x. നമ്മൾ ഈ ഒരു റിലേഷനിൽ എക്സിന് പല വാല്യൂസ് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈന്റെ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് കാണിക്കാനായി ഞാൻ ഇവിടെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ എക്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈന്റെ വാല്യൂസും ഈ ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ എക്സ് നോക്കുകയാണെങ്കിൽ ഞാൻ റാൻഡം ആയിട്ട് 1, 1.5, 2.25 അങ്ങനെ പല വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ എക്സ് മൈനസ് 4 എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് ഈ എക്സിന്റെ വാല്യൂ എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈന്റെ വാല്യൂസ് ആണ് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പല വാല്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അതിനെ ഒരു ഗ്രാഫ് ആയിട്ട് പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എക്സിന്റെ വാല്യൂ 1 ആവുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്താവും? എക്സ് മൈനസ് 4, അതായത് 1 മൈനസ് 4, അതായത് മൈനസ് 3 ആണ് വൈന്റെ വാല്യൂ. അപ്പോൾ ആ വാല്യൂ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സിന്റെ വാല്യൂ പിന്നെ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് 1.5 എടുക്കുമ്പോൾ മൈനസ് 2.5 ഉണ്ട്. അതുപോലെ പല പല വാല്യൂസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില വാല്യൂസ് ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ചില വാല്യൂസ് എനിക്ക് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ എക്സിന്റെ വാല്യൂ 4 ആകുമ്പോൾ ഈ ഇക്വേഷൻ എന്താ സംഭവിക്കുക? എക്സിന്റെ വാല്യൂ 4 ആകുമ്പോൾ 4 മൈനസ് 4 is equal to 0. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ എക്സിന് ഏതോ ഒരു വാല്യൂ വരുമ്പോഴേക്കും ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി. അല്ലെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ ഈ ഇക്വേഷന്റെ റൂട്ട് എന്ന് പറയുന്നത്. അത് ഈ ഗ്രാഫിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 4 വന്നപ്പോഴേക്കും എന്താ സംഭവിച്ചത്? ആ പോയിന്റ് എക്സ് ആക്സിസിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള എക്സിന്റെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഇക്വേഷന്റെ റൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ മറ്റൊരു ഫംഗ്ഷൻ കൂടി എടുത്ത് നോക്കാം. 3.1726 log x minus 3.4789 is equal to 0. ഇതൊരു ഇക്വേഷൻ ആണ് അല്ലെ? അപ്പൊ ഈ ഇക്വേഷനിൽ ഞാൻ എക്സിന് പല വാല്യൂസ് കൊടുക്കുമ്പോഴേക്കും എക്സിന് 1, 2, 3 up to 6 വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് പല വാല്യൂസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഞാനൊന്ന് പ്ലോട്ട് ചെയ്യുവാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? മൈനസ് 3.4789 എന്നുള്ളതാണ്. എക്സിന് 2 കൊടുക്കുമ്പോൾ എനിക്ക് വീണ്ടും മൈനസ് വാല്യൂ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. എന്നാൽ എക്സിന് 3 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 0.00655737 എന്നുള്ളതാണ്. അപ്പോൾ
ഇതിന് തൊട്ട് മുന്നത്തെ വാല്യൂ, അതായത് എക്സ് ഇക്വൽ ടു കൊടുത്തപ്പോൾ എനിക്ക് നെഗറ്റീവാണ് കിട്ടിയത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തായി, അത് പോസിറ്റീവായി. അപ്പോൾ ശരിക്കും ഈ എക്സ് ആക്സിസിലുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എനിക്ക് വേണമെങ്കിൽ എനിക്കറിയാം അത് 2നും 3നും ഇടയിലാണ്. എന്നാൽ ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സിന് ഞാൻ 3 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്, 0.006 ആണ്. അപ്പോൾ അതായത് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം 3 എന്ന് പറഞ്ഞത് ഈ ഇക്വേഷന്റെ ഒരു റൂട്ടാണ്, അപ്രോക്സിമേറ്റ്ലി അതിന്റെ ഒരു റൂട്ടാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ അല്ലെങ്കിൽ എനിക്ക് എക്സാക്ട് റൂട്ട് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളൊരു റൂട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നോർമലി ഉള്ള ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആണെങ്കിൽ ആ ഇക്വേഷൻ നമുക്കൊരു ഡിഗ്രി ഉണ്ടാകും. അത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആകാം, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആകാം, അതും അല്ലെങ്കിൽ അത് 3rd ഡിഗ്രി ആകാം, 4th ഡിഗ്രി ആകാം, അങ്ങനെ എത്ര ഡിഗ്രി വേണമെങ്കിലും അതിനുണ്ടാകാം. അപ്പോൾ അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു റൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്കറിയാവുന്ന പോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുകയാണെങ്കിലോ അതിന് 2 റൂട്ട് കമ്പൽസറി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ആ സാധാരണ പോളിനോമിയൽ ഇക്വേഷൻ്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ ഡിഗ്രി അനുസരിച്ചാണ് അതിന്റെ റൂട്ടിന്റെ എണ്ണം വരുന്നത്. എന്നാൽ ട്രാൻസെൻഡന്റൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിന് ചിലപ്പോൾ ഒരു റൂട്ട് ഉണ്ടാവും, ചിലപ്പോൾ റൂട്ടേ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒത്തിരി റൂട്ടുകൾ ഉണ്ടാവും. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഫംഗ്ഷനെയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് എത്ര റൂട്ടുകൾ ആ ഇക്വേഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇതും പോളിനോമിയൽ ഇക്വേഷനും ട്രാൻസെൻഡന്റൽ ഇക്വേഷനും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസമാണ്, അതിന്റെ റൂട്ടിനെ ബേസ് ചെയ്തിട്ട്. ഇനി എന്തായാലും നമുക്ക് മെയിനായിട്ട് ഡീൽ ചെയ്യേണ്ടത് ട്രാൻസെൻഡന്റൽ ഇക്വേഷൻസിന്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് 4 മെത്തേഡ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സക്സസീവ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് റെഗുലാർ ഫോൾസി എന്ന് പറഞ്ഞ മെത്തേഡാണ്. മൂന്നാമത്തത് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡാണ് വരുന്നത്. പിന്നെ ഫൈനലി നമ്മൾ ഇന്റർപോളേഷൻ, അതായത് ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ മെത്തേഡും കൂടി നോക്കാം. ഇപ്പൊ ഈ ഒരു സ്ലൈഡിൽ ഞാൻ നമ്മളുടെ ഫസ്റ്റ് മെത്തേഡായ സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെത്തേഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രാൻസെൻഡന്റൽ ഇക്വേഷന്റെ റൂട്ട്സ് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈൻഡ് 2 points A and B where f of x gives positive and negative values respectively. ഇതെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാവും. നമ്മൾ നേരത്തെ എടുത്തൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു കേസ്, അതായത് 3.1726 log x minus 3.4789 is equal to 0. ഇതിൽ ഈ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഭാഗത്തിനാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ആർബിട്രറി ആയിട്ട് എക്സിന് 1 or 2 വാല്യൂസ് കണ്ടുപിടിക്കണം. അതിൽ ആദ്യത്തെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു എഫ് ഓഫ് എക്സ് തരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരിക്കണം. രണ്ടാമത്തെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടി. അതേസമയം 3 ഇട്ട് കൊടുത്തപ്പോഴേക്കും നമുക്കൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ 2ന്റെയും 3ന്റെയും ഇടയിലാണ് ആക്ച്വൽ റൂട്ട് കിടക്കുന്നത് എന്നുള്ളത്. ആക്ച്വൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതോ ഒരു എക്സിന് ഏതൊരു വാല്യൂ കൊടുക്കുമ്പോൾ ആ പോയിന്റ് വരേണ്ടത് എവിടെയാണ്, എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ 0ൽ വരണം, ഈ ലൈനിൽ വരണം. അപ്പോൾ നമുക്ക് ഇവിടെ നെഗറ്റീവും പോസിറ്റീവും കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്കറിയാം അത് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഈ 2 പോയിന്റിന്റെ ഇടയിലാണ് ആക്ച്വൽ റൂട്ട് എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള 2 വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എന്താണ്, ഫൈൻഡ് 2 points A and B where f of x gives positive and negative values respectively. അപ്പോൾ നമ്മൾ 2 വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, A എന്നുള്ളതും B എന്നുള്ളതും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് ഒരു പുതിയൊരു ഫംഗ്ഷൻ കൂടി നമ്മൾ കണ്ടുപിടിക്കണം. തൽക്കാലം ഞാൻ അതിന് ജി ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. ജി ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള നമ്മളുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കും. ഈ ജി ഓഫ് എക്സ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ജസ്റ്റ് നമ്മൾ ഈ എഫ് ഓഫ് എക്സിനെ തന്നെ മോഡിഫൈ ചെയ്തിട്ട് എക്സ് ഇസ് ഈക്വൽ ടു വേറൊരു ഫംഗ്ഷൻ എന്നുള്ള ഫോമിൽ കൊണ്ടുവരും. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും അതിൻ്റെ അകത്ത്. ഇപ്പോൾ തൽക്കാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജി ഓഫ് എക്സ് എന്തായിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ, അത് ചിലപ്പോൾ എക്സിൽ തന്നെയുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജി ഓഫ് എക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജി ഓഫ് എക്സ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാം, അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ജി ഓഫ് എക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആയിരിക്കും, അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ മോഡുലസ് എടുക്കണം. മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ അതിന്റെ വാല്യൂ മാത്രം എടുക്കും, പോസിറ്റീവ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അപ്പോൾ മോഡുലസ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ഈ എയും ബിയും കണ്ടുപിടിച്ചല്ലോ, ആ എൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും വാല്യൂസ് ആക്കി ഇട്ട് നോക്കുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്തുള്ള എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും എന്ത് കിട്ടണം, കിട്ടുന്ന വാല്യൂ 1നേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ജി ഓഫ് എക്സ് കറക്റ്റ് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്.
ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്രയും കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ജി ഓഫ് എക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ജി ഓഫ് എക്സിന്റെ പ്രത്യേകത എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ആ ഫംഗ്ഷനാണ് നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഇനി നമ്മൾ എക്സ് സീറോ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ട് ചെയ്യാൻ, നമ്മുടെ ഇതൊരു ഐട്രേറ്റീവ് പ്രോസസ് ആണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എക്സ് സീറോ എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യും. നമുക്ക് എൻ്റെയും ബിൻ്റെയും ഇടയിലാണ് റൂട്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് ഒന്നല്ലെങ്കിൽ എയിനോട് അടുത്തുള്ള ഒരു വാല്യൂ, അല്ലെങ്കിൽ ബിയിനോട് അടുത്തുള്ള ഒരു വാല്യൂ, അല്ലെങ്കിൽ എയോ ബിയോ അസ്യൂം ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യും. എക്സ് സീറോക്ക് ഒരു വാല്യൂ ആർബിട്രറി ആയിട്ട് അസ്യൂം ചെയ്യുന്നതാണ്. അത് അസ്യൂം ചെയ്തിട്ട് നമ്മൾ x1 എന്ന് പറഞ്ഞൊരു ടേം കാൽക്കുലേറ്റ് ചെയ്യും. നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിന് x1 കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് x1 ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സിന് പകരം x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സപ്പോസ് x0 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ അസ്യൂം ചെയ്യുന്നത് 1 ആണെങ്കിൽ, ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ എനിക്ക്, ആ ഫംഗ്ഷൻ്റെ അകത്ത് എക്സ് വരുന്ന സ്ഥലത്തെല്ലാം ഞാൻ എന്ത് ചെയ്യും? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോഴാണ് അത് ജി ഓഫ് x0, അല്ലെങ്കിൽ എൻ്റെ x0 1 ആയപ്പോഴാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ജി ഓഫ് x0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജി ഓഫ് എക്സ് ഫംഗ്ഷൻ്റെ എക്സ് വരുന്ന സ്ഥലത്തെല്ലാം ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതായിരിക്കും x1. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കിട്ടിയ വാല്യൂ എടുത്തിട്ട് നമ്മൾ x2 ഇസ് ഈക്വൽ ടു ജി ഓഫ് x1 എന്ന് പറഞ്ഞ് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജി ഓഫ് എക്സ് ഫംഗ്ഷൻ്റെ എക്സ് വരുന്ന സ്ഥലത്തെല്ലാം ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമുക്ക് ഇവിടെ കിട്ടിയ x1 ആയിട്ട് കിട്ടിയൊരു വാല്യൂ ഉണ്ടാവുമല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. എവിടെ വരെ റിപ്പീറ്റ് ചെയ്ത് പോകണം? g of n minus 1 അല്ലെങ്കിൽ x of n minus 1 is approximately equal to x of n. നമ്മളിങ്ങനെ കൂട്ടി പോകുമ്പോൾ ചെയ്ത് പോകുമ്പോഴേക്കും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുപ്പിച്ചുള്ള രണ്ടെണ്ണത്തിൻ്റെ ഫൈനൽ റിസൾട്ട് തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ വരും. ആ ഒരു സമയം വരെ നമ്മൾ ഈ ഐട്രേഷൻ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വലിയ വ്യത്യാസമില്ലാത്ത രണ്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ് നമ്മളുടെ ഇക്വേഷൻ്റെ റൂട്ട് എന്നുള്ളത് പറയാം. ഇപ്പം എന്തായാലും ഇത് ബേസിക് പ്രൊസീജിയർ ആണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ബൈ ഐട്രേഷൻ മെത്തേഡ് കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ് എന്നുള്ളത് കൂടി ഈ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എക്സ് ക്യൂബ് പ്ലസ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ്റെ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ പ്രകാരം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് മൈനസ് 1 എന്നുള്ളതാണ്. നമുക്ക് രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. ആ രണ്ട് വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം കിട്ടേണ്ടത്? ഫസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവായിട്ട് വരണം, സെക്കൻഡ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവായിട്ട് വരണം. അപ്പോൾ ഞാൻ ആർബിട്രറി ആയിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ 0 എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സിന് പകരമല്ല, ഞാൻ ഇവിടെ 0 ഇട്ട് കൊടുക്കും. 0 ക്യൂബ് പ്ലസ് 0 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. ഇതുപോലെ അടുത്തത് ഞാൻ വേറൊരു വാല്യൂ ആർബിട്രറി ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 1 ക്യൂബ് പ്ലസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 1. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ്? ഇത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാല്യൂ കൊടുത്തപ്പോൾ എനിക്ക് നെഗറ്റീവ് ക്വാണ്ടിറ്റി കിട്ടി, മറ്റൊരു വാല്യൂ കൊടുത്തപ്പോൾ എനിക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി കിട്ടി. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലാക്കാം? എൻ്റെ ആക്ച്വൽ റൂട്ട് ഈ രണ്ട് വാല്യൂവിൻ്റെ ഇടയിലുള്ള ഏതോ ഒരു വാല്യൂവിലാണ്. എക്സ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ വരുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? 0 എക്സ് ക്യൂബ് പ്ലസ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ റൂട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഹിയർ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തി. ഇനി എന്താണ് നമ്മുടെ പ്രൊസീജിയർ പ്രകാരം ചെയ്യേണ്ടത്? അടുത്തത് നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, ജി ഓഫ് എക്സ് എന്നുള്ളത്. അപ്പോൾ ഈ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കേണ്ട എന്താ മാർഗം? നമ്മളുടെ ഇക്വേഷൻ നമുക്കറിയാം എക്സ് ക്യൂബ് പ്ലസ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ജി ഓഫ് എക്സ് ഞാൻ ഓൾറെഡി പ്രൊസീജിയർ പറഞ്ഞപ്പോൾ പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ. ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഈ ഒരു ഇക്വേഷന് മാറ്റിയിട്ട് എഫ് ഓഫ് എക്സിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനായി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് ഒരു എക്സിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1, അതാണ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1. ഈ ബ്രാക്കറ്റ് ഞാൻ ഇട്ടു. ബാക്കി എന്തുണ്ട്? മൈനസ് 1. അത് അതുപോലെ തന്നെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി എന്താ ചെയ്യുന്നത്? ഈ എക്സിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു ബ്രാക്കറ്റിലുള്ള ടൈമിനെയും ഈ മൈനസ് 1നെ ഞാൻ ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് പോസിറ്റീവ് 1 ആയി. പിന്നെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിനോമിനേറ്ററിലേക്കും പോകും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ കിട്ടി. ഈ എഴുതിയ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ജി ഓഫ് എക്സ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായോ? എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ എഴുതും. ആ ഫംഗ്ഷനാണ് നമ്മൾ ജി ഓഫ് എക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ചില ബുക്കുകളിൽ ജി ഓഫ് എക്സ് എന്നായിരിക്കില്ല, വേറെ എന്തെങ്കിലും ഫൈ ഓഫ് എക്സോ ലാംഡ ഓഫ് എക്സോ അങ്ങനെ പല റെപ്രസെന്റേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതുന്ന
ആ ഫംഗ്ഷനെയാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ഫംഗ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ജി ഓഫ് എക്സ് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1/1 + x². ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജി ഓഫ് എക്സ് കറക്റ്റ് ആണോ അല്ലെന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അതെങ്ങനെ ചെയ്യാം? അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് അത് <1 ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ്. ജി ഓഫ് എക്സ് d/dx ഓഫ് 1/1 + x². അപ്പോൾ ഇതിനെന്ത് ചെയ്യാം? ഈ 1 + 1 x² എന്നുള്ള സാധനത്തിന് എനിക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ d/dx ഓഫ് 1 + x² -1. ഇനി നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോഴേക്ക് എന്ത് കിട്ടും? നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്നത് -2x / 1 + x² എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇതിൻ്റെ മോഡുലസ് എടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ടേം ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്ത് വരും? അത് പോസിറ്റീവ് ആവും. 2x / 1 + x² എന്നാകും. ഇനി ഇത് <1 ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 0 എടുത്തു, 1 കൊടുത്തു. അപ്പോൾ 1 ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്ത്. അപ്പോൾ എന്ത് വരും? 2 × 1, അതായത് 2 / 1 + 1² ആ കിട്ടുന്ന വാല്യൂ <1 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാൽക്കുലേറ്ററിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അത് <1 ആയിരിക്കും കിട്ടുന്നത്. അത് കാണിക്കുന്നത് എന്താണ്? നമ്മളുടെ ജി ഓഫ് എക്സ് കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് പ്രൊസീഡ് ചെയ്യാം. x = g of x = 1/1 + x². അപ്പോൾ ഇതാണ് നമ്മളുടെ ജി ഓഫ് എക്സ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് x0 എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി അസ്യൂം ചെയ്യണം. അത് എടുക്കുമ്പോഴേക്കും നമ്മൾക്കറിയാം നമ്മുടെ റൂട്ട് കിടക്കുന്നത് ഈ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഏതെങ്കിലും ഒരു വാല്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പ്രോബ്ലത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 1 എന്ന് പറഞ്ഞ വാല്യൂവിൽ നിന്നാണ്. അപ്പം നമുക്ക് നോക്കാം. x0 = 1 എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ഇനി ഞാൻ ഫസ്റ്റ് ഐറ്ററേഷൻ തുടങ്ങുവാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? x1, ഇത് ഫസ്റ്റ് ഐറ്ററേഷൻ ആണ്. അപ്പോൾ x1 = g of x0. x0ൻ്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ നമ്മുടെ ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഏതായിരുന്നു? 1/1 + x² എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സിൻ്റെ സ്ഥലത്തെല്ലാം നമുക്ക് ഇനി x0ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 1/1 + x02 എന്നാവും. x0ൻ്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 + 1 which is equal to 0.5 നമുക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്, സെക്കൻഡ് ഐറ്ററേഷൻ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? x2 that will be equal to, ഇവിടെ നമ്മൾ g of x0 അല്ലേ എടുത്തത്. അപ്പോൾ ഇവിടെ എന്ത് വരും? x2 ആകുമ്പോൾ g of x1 ആവും. എന്നിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? x1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x1ൻ്റെ വാല്യൂ എത്രയാണ്? x1 നമുക്കറിയാം 0.5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജി ഓഫ് എക്സ് എന്തായിരുന്നു? 1/1 + x² ആണ്. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥലത്തെല്ലാം നമ്മളിനി x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. 1/1 + x1². അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/1 + 0.5 ഉണ്ടോ? 0.5 ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹോൾ². അപ്പോൾ നമുക്ക് 0.8 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടി. ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഇതിന് മുന്നത്തെ വാല്യൂ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റൂട്ട് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനിയും ഐറ്ററേറ്റ് ചെയ്യണം. അപ്പോൾ തേർഡ് സ്റ്റെപ്പിലേക്ക് വന്നു. ഇവിടെ എന്താണ്? x3 = g of എന്ത് എഴുതണം? ഇത് തൊട്ട് മുന്നത്തെ സാധനം, അതായത് x2, g of x2. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1/1 + x². ദാറ്റ് ഈസ് ഈക്വൽ ടു x2ൻ്റെ വാല്യൂ എത്ര നമുക്ക് കിട്ടിയത്? 0.8. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെയിം ആണോ? അല്ല. അപ്പോൾ വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. അപ്പോൾ x4 ഇതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്തും? x4 = g of x3 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ x3 വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 0.72897 എന്നുള്ളത്. പിന്നെ നമ്മൾ ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി, സെയിം അല്ല. അടുത്തതിലേക്ക് പോയി x5 കാൽക്കുലേറ്റ് ചെയ്തു, x6 കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ പോയി x10, 11, 12, 13 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ വരുമ്പോഴേക്കും 13ൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? 0.68154 എന്ന് കിട്ടി. അപ്പോൾ അതിന് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ 3 ഡെസിമൽ ആക്യുറസി മതി എന്ന് പറഞ്ഞതുകൊണ്ട് അതിനൊന്ന് റൗണ്ട് ചെയ്തു 0.682 എന്ന് കിട്ടി. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ x14 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? 0.682 തന്നെ നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പും കൂടി ചെയ്ത് നോക്കാം. ഇപ്പോൾ x15 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുമ്പോഴും 0.682 സംതിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റീവ് ആയിട്ട് സെയിം വാല്യൂ വന്നതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? റൂട്ട് ഓഫ് ദ ഇക്വേഷൻ ഈസ് 0.682 എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ്റെ റൂട്ട് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ x³ + x² - 1 = 0 ബൈ ഐറ്ററേഷൻ മെത്തേഡ്. അപ്പോൾ ഇതിനെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ
സാധാരണ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രണ്ട് വാല്യൂ ആർബിട്രറി ആയിട്ട് ഇട്ട് നോക്കുവാണ്. ഇതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. നമ്മൾ അസ്യൂം ചെയ്യുവാണ് എഫ് ഓഫ് 0 എത്രയും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുക്കണം? ഈ നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ 0 കൊടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് ഫൈനലി കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഇത് 0 ക്യൂബ് പ്ലസ് 0 സ്ക്വയർ മൈനസ് 1 അല്ലെങ്കിൽ -1 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എനിക്കൊരു മൈനസ് ക്വാണ്ടിറ്റിയാണ് കിട്ടിയത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് എന്താണ്? അടുത്തൊരു വാല്യൂ ഞാൻ കൊടുത്തു നോക്കും. അപ്പോൾ ഞാൻ ആർബിട്രറി ആയിട്ട് 1 ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ മൈനസ് 1 എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? 1 ആണ്. അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി പോസിറ്റീവ് ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ലോവർ ഭാഗത്തുള്ളതും അപ്പർ ഭാഗത്തുള്ളതുമായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ്. എന്തുകൊണ്ടാണ്? 0 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടി, 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു എക്സിൻ്റെ വാല്യൂവിലാണ് നമുക്ക് റൂട്ട് എന്നുള്ളത് ഉറപ്പിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇക്വേഷൻ, അതായത് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ജി ഓഫ് എക്സ് അല്ലെങ്കിൽ ഒരു ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഒരു സെക്കൻഡ് ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന സാധനത്തിനെയാണ് നമ്മൾ ഈ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഈ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്നും ഒരു എക്സ് സ്ക്വയറിനെ കോമൺ ആയിട്ട് ഞാൻ എടുക്കുവാണ്. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് വരും. ഇവിടുന്ന് എക്സ് സ്ക്വയർ പുറത്തേക്ക് വന്നാൽ ഇവിടെ ബാക്കി എക്സ് ഉണ്ട്. ഈ എക്സ് സ്ക്വയർ പോയി കഴിയുമ്പോൾ ഇവിടെ 1 ആണ് ഉള്ളത്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് കിട്ടി. ബാക്കി എന്താ ഉള്ളത്? ഒരു -1 ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മളിവിടെ എഴുതി. ഇനി എന്താണ്? നമുക്ക് ഇവിടുന്ന് എക്സ് സ്ക്വയറിന് മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? ഈ -1 പോകുമ്പോൾ ഇവിടെ പോസിറ്റീവ് 1 ആയി. പിന്നെ ഒരു എക്സ് പ്ലസ് 1 ഉണ്ട്, അതിനെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് വിടാം. അപ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/x പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്താം? എക്സ് ഇസ് ഈക്വൽ ടു എന്താവും? റൂട്ട് ഓഫ് 1/x പ്ലസ് 1 എന്ന് വരും. റൂട്ട് ഓഫ് 1 എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താവും? 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 എന്നാവും. ഇതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫോമിലേക്കായി എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജി ഓഫ് എക്സ് അല്ലെങ്കിൽ ഫൈ ഓഫ് എക്സ് എന്നെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഫോമിലേക്ക് ഇതിനെ നമ്മളിപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കാൽക്കുലേറ്റ് ചെയ്ത ഫൈ ഓഫ് എക്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കും. മോഡുലസ് എടുത്തു കഴിഞ്ഞിട്ട് ഏതെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് എന്താവണം? <<1 ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോഴേക്കും ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൻ്റെ മോഡുലസും കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഫൈനലി കിട്ടുന്നത് 1/2 × x + 1 ഹോൾ റൈസ് ടു 3/2 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ഇതിൽ ഏതെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നമുക്ക് എടുത്ത ലിമിറ്റിൽ ഈ 0 ഓ 1 ഓ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ മോഡുലസിൽ വരുന്ന വാല്യൂ <<1 ആണെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജി ഓഫ് എക്സ് കറക്റ്റ് ആണ്. വൺസ് അതും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് x0 ഒരു വാല്യൂ അസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് നമ്മുടെ റൂട്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഞാൻ ആർബിട്രറി ആയിട്ട് 0.5 നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ ഒരു പ്രത്യേക റൂളുകളും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, വേണമെങ്കിൽ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് x0 = 0.5 എന്ന് പറഞ്ഞൊരു വാല്യൂവിലാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? x1 = φ of x. നമുക്കിവിടെ അറിയാം ജനറൽ ആയിട്ട് നമുക്ക് എന്തുണ്ട്? x = φ of x അല്ലെങ്കിൽ x = 1/√x + 1 എന്നുണ്ട്. അപ്പോൾ നമ്മൾ x0 = 0.5 എന്ന് അസ്യൂം ചെയ്തതിന് ശേഷം x1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. x1 = φ of x0. അവിടെ നമുക്ക് φ of x-ൽ x-ൻ്റെ അവിടെയെല്ലാം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x0 ആയിട്ട് അസ്യൂം ചെയ്ത് ഈ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? 1/√x + 1 ആണ്. അപ്പോൾ ഈ x-ൻ്റെ സ്ഥലത്തെല്ലാം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x1 കിട്ടും? നമുക്ക് x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് x1 കിട്ടും. അപ്പോൾ x1 = φ of x0 that is equal to 1/√x-ന് പകരം x0-ൻ്റെ വാല്യൂ അതായത് 0.5 + 1 ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.81649 എന്നുള്ളതാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ x2 കാൽക്കുലേറ്റ് ചെയ്യണം. x2 = എന്താണ്? φ of x1 ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ പഴയ ഫംഗ്ഷൻ എടുക്കുക 1/√x + 1 എന്നുള്ളത്. x-ൻ്റെ സ്ഥാനത്ത് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? x1-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x1 = എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം? 0.81649 ആണെന്ന് അറിയാം. അപ്പോൾ ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? 0.74196 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ രണ്ട് വാല്യൂ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റൂട്ട് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ന്യൂ ഐറ്ററേഷൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അടുത്ത വാല്യൂ എന്താണ്? x3 = φ of x2. ഇവിടെ x3 ആകുമ്പോൾ ഇത് 2 ആയിരിക്കും. നേരത്തെ നമുക്ക് x2 ആയിരുന്നപ്പോൾ ഇവിടെ x1 ആയി.
അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എടുക്കുകയാണ് 1/√(x+1) ആണ്. എക്സിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് 0.74196 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടി. ഞാൻ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും? ഇറ്ററേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. x4 കാൽക്കുലേറ്റ് ചെയ്യും. എനിക്കൊരു വാല്യൂ കിട്ടി. x5 കാൽക്കുലേറ്റ് ചെയ്യും. അതിനും എനിക്കൊരു വാല്യൂ കിട്ടി. പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ്. x6 ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.75485 എന്നുള്ളതാണ്. ശരി, ഇതിന് മുന്നത്തേട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കാം. അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും x7 കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ x6 = എന്താ വരേണ്ടത്? 5(x5) x7 = 5(x6) ആണ് വരേണ്ടത്. അപ്പോൾ ഈ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇതെന്ന് പറഞ്ഞാൽ x5ന്റെ വാല്യൂ ആണ്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ x7 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 0.75488 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂ നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് നോക്കി, 0.7548, ഇവിടെയോ 0.7548. ഈ 4 ഡെസിമൽസും സെയിം ആണ് ഈ രണ്ട് വാല്യൂ തമ്മിൽ. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചെറുതായതുകൊണ്ട് ഇതാണ് 0.7548 ആണ് നമ്മളുടെ ഇക്വേഷൻ്റെ റൂട്ട് എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് കൂടി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ എടുത്തിട്ട് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ f(x) ഇതിന്റെ എക്സിന്റെ സ്ഥാനത്തെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. സപ്പോസ് നിങ്ങൾക്ക് അത് കിട്ടിയില്ല, x3 ഈ ഇവിടെയുള്ള എക്സിനൊക്കെ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സേ ഒരു 1 ആണ് അല്ലെങ്കിൽ ഒരു 2 ആണ്, അങ്ങനെയൊക്കെ വന്ന് വലിയ വാല്യൂസ് വരുവാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് എവിടെയാണോ മിസ്റ്റേക്ക് വന്നത് അത് കറക്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്യുക. ഫൈനലി കിട്ടുന്ന ആൻസർ ഒന്ന് ഈ f(x)ലിട്ട് ചെക്ക് ചെയ്യുക, അത് 0 ആവുന്നുണ്ടെന്ന്. 0 ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2x - log x - 7 എന്നുള്ളതായിരിക്കും ഇതിൻ്റെ അകത്തുള്ള f(x). ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ 2x - log x = 7 എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസെല്ലാം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള രണ്ട് പ്രോബ്ലംസ് നമ്മൾ ഇത്തിരി ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2x - log x - 7 എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ആദ്യം തന്നെ രണ്ട് വാല്യൂസ് എടുക്കുകയാണ് ആർബിട്രറി ആയിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3ഉം 4ഉം എന്നുള്ള വാല്യൂസ് ആണ്. എന്നിട്ട് നമ്മുടെ f(x)ലേക്ക് ഈ വാല്യൂസിന് രണ്ടും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? f(3)ന്റെ വാല്യൂ കിട്ടുന്നത് നെഗറ്റീവും f(4)ന്റെ വാല്യൂ കിട്ടുന്നത് പോസിറ്റീവുമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എനിക്ക് എന്ത് മനസ്സിലാക്കാം? എൻ്റെ റൂട്ട് 3ന്റെയും 4ന്റെയും ഇടയിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് φ(x) എന്ന് പറഞ്ഞ ഒരു രണ്ടാമത്തെ ഫംഗ്ഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമുക്ക് നമ്മുടെ f(x)ൽ നിന്ന് വേണം തുടങ്ങാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2x - log x - 7 = 0 എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് x = എന്നുള്ള ഫോമിൽ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടുന്ന് x = എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റുവാണ്. അപ്പോൾ x = എന്ത് വരും? ഈ -log x ഉം -7ഉം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരും. ഈ 2 നേരെ അതിന്റെ ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് x = ½ log x + 7 എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ φ(x) ആയിട്ട് വരുന്നത്. അപ്പോൾ φ(x) ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? φ(x) കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്? മോഡുലസ് ഓഫ് φ'(x) അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, മോഡുലസ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് φ(x) നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അത് ½ log e എന്നുള്ളതായിരിക്കും. നമുക്കറിയാം log x-ന്റെ ഡെറിവേറ്റീവ് log e ആണ്. അപ്പോൾ ആ രീതി ചെയ്യുമ്പോൾ നമുക്ക് ½ log e എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടുന്നത്. ഇനി അതിന്റെ മോഡുലസ് ഞാൻ എടുക്കുകയാണ്. മോഡുലസ് ½ log e തന്നെയായിരിക്കും. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ വാല്യൂ വരുന്നത് <1 ആയിരിക്കും. മറ്റൊരു കാര്യം ഇവിടെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം രണ്ട് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്തായിരുന്നു, f(3) എന്നുള്ളതും f(4) എന്നുള്ളതും. ഇവിടെ f(3)ന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് എന്താണ്? -1.4771 എന്നുള്ളതാണ്. എന്നാൽ f(4)ന്റെയോ അത് 0.3980 എന്നുള്ളതാണ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 0നോട് അടുത്ത വാല്യൂ ഏതിനാണ് നമുക്ക് കിട്ടിയത്? f(4)നാണ് നമുക്ക് 0നോട് അടുത്ത വാല്യൂ കിട്ടിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ 4 എന്ന് പറഞ്ഞ വാല്യൂവിന്റെ അടുത്തായിരിക്കും നമ്മളുടെ റൂട്ട് വരുന്നത്. അതായത് 4ന്റെ അടുത്തുള്ള ഏതോ ഒരു വാല്യൂ നമ്മൾ എക്സിന് ഇതിന്റെ അകത്ത് അസൈൻ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ അസൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് =0 എന്നുള്ള ഫോമിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ x0 നമുക്ക് ഐറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് വാല്യൂ ആയിട്ട് ഞാൻ എടുക്കുന്നത് 4നോട് അടുത്തൊരു വാല്യൂ ആണ്. ഞാൻ 3.6 ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ നമുക്ക് സാധാരണ ചെയ്യാറുള്ള പോലെ ഐറ്ററേഷൻ ചെയ്യാം. ആദ്യത്തെ സെറ്റ് ഓഫ് ഐറ്ററേഷൻ ഞാൻ ചെയ്യുന്നത് x1 = φ(x0) എന്ന് വരും.
അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സിൽ എന്ത് ചെയ്യണം, എക്സ് വരുന്ന സ്ഥലത്തെല്ലാം ഈ എക്സ് സീറോന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ വാല്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഹാഫ് ഓഫ് ലോഗ് എക്സിന് പകരം 3.6 പ്ലസ് 7. അപ്പോൾ അതിന്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 3.77815 എന്നുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഐറ്ററേഷനിലേക്ക് പോവാണ്. x2 is equal to 5 of x1. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് എടുക്കാനായിട്ട്. അപ്പോൾ ഹാഫ് ഓഫ് ലോഗ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, x1ന്റെ വാല്യൂ കൊടുക്കണം. അതായത് 3.77815 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പ്ലസ് 7. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 3.78863 ആണ്. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ രണ്ട് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. ഇത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഐറ്ററേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് x3 ഇവാലുവേറ്റ് ചെയ്യുകയാണ്. 5 of x2 ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 3.78924 എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ രണ്ട് ഡിജിറ്റ്സ് ഇപ്പോൾ തന്നെ സെയിം ആയി, 7.78 എന്നുള്ളത്. നമുക്ക് എന്തായാലും ഒരു സെറ്റ് ഓഫ് ഐറ്ററേഷൻ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ x4 കൂടി ഇവാലുവേറ്റ് ചെയ്യുവാണ്. x4 is equal to എന്താണ്? 5 of x3 ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ എക്സിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട്. therefore ഹാഫ് ഓഫ് ലോഗ് ഈ വാല്യൂ അതായത് 3.78924 ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പ്ലസ് 7. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 3.78927 എന്നുള്ളത് കിട്ടി. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ 3 ഡെസിമൽ പ്ലേസും ഇപ്പൊ സെയിം ആയി. അപ്പൊ അതുകൊണ്ട് 4 ഡെസിമൽ പ്ലേസും നമുക്ക് ഇതിന്റെ അകത്ത് സെയിം ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഈ ഒരു ഇക്വേഷന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3.7892 ആണെന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. സിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ x4 ആൻഡ് x3 ആർ വെരി സ്മോൾ, ദ റൂട്ട് ഈസ് 3.7892. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷന്റെ റൂട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത പ്രോബ്ലം ആയിട്ട് നമ്മളൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുന്ന ഇക്വേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റൻ ഒന്ന് നോക്കാം. ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ x is equal to half plus sin x by iteration മെത്തേഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. എഫ് ഓഫ് എക്സ് ആദ്യം എഴുതണം. എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? നമ്മൾ ഈ എക്സിനെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഫോമിൽ ആദ്യം കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ വേണം എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ഈ എക്സ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം sin x minus x plus half എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർവെൽ ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ആർബിട്രറി ആയിട്ട് രണ്ട് വാല്യൂസ് നമ്മുടെ എഫ് ഓഫ് എക്സിന് കൊടുക്കുവാണ്, 1ഉം 2ഉം എന്നുള്ള വാല്യൂസ്. അപ്പോൾ എഫ് ഓഫ് 1 ഞാൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഈ എക്സിന്റെ സ്ഥാനത്തെല്ലാം ഞാൻ 1 അസൈൻ ചെയ്യണം. അപ്പോൾ sin 1 minus 1 plus half എന്ന് വരും. അതിന്റെ വാല്യൂ എത്രയാണ്? 0.34 ആണ്. അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതുപോലെ ഞാൻ രണ്ടാമത്തെ ആർബിട്രറി വാല്യൂ ആയിട്ട് 2 കൊടുക്കുവാണ്. 2 കൊടുക്കുമ്പോൾ എനിക്ക് ഫൈനലി കിട്ടുന്നത് എത്രയാണ്? -0.591 എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. നമ്മുടെ റൂട്ട് ഈ രണ്ട് വാല്യൂവിന്റെ ഇടയിലാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കൂടിയുണ്ട്, sin of 1. ഇപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഡിഗ്രി മോഡലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 1 നിങ്ങൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അതല്ല, നിങ്ങൾ റേഡിയൻ മോഡലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എൻ്റർ ചെയ്താൽ മതി. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇവിടെ മാത്രമല്ല, നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഐട്രേറ്റീവ് പ്രോസസ്സ് ചെയ്യും. അവിടെ നമുക്ക് ഇതുപോലത്തെ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സൈൻ്റെ അകത്ത് എൻ്റർ ചെയ്യണം. sin 1.3414 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഡിഗ്രി മോഡലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 1.3414 നിങ്ങൾ ആദ്യം തന്നെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഇനി അതല്ല റേഡിയൻ മോഡലാണെങ്കിൽ ഡയറക്റ്റ് എൻ്റർ ചെയ്താലും മതി. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റൂട്ട് 1ന്റെയും 2ന്റെയും ഇടയിലാണെന്ന് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് phi of x എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. phi of x എങ്ങനെയായിരിക്കും? x is equal to എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഓൾറെഡി അവരെ ആ രീതി തന്നെയാണ് തന്നിരിക്കുന്നത്. x is equal to half plus sin x എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ നമ്മളുടെ phi of x ആയിട്ട് എടുക്കാം. അതുകൊണ്ട് now x is equal to half sin x. ഇതിൽ half plus sin x എന്നുള്ളത് നമ്മൾ phi of x ആയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് phi of x കറക്റ്റ് ആണെന്ന് നോക്കുന്നത് എങ്ങനെയാണ്? മോഡുലസ് ഓഫ് phi dash of x ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ phi of x എന്തായിരുന്നു? phi of x നിങ്ങൾക്കറിയാം ഹാഫ് പ്ലസ് sin x ആണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? sin x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cos x ആണ്. അപ്പോൾ നമുക്ക് വരുന്നത് phi dash x എന്ത് വരും? cos x വരും. മോഡുലസ് ഓഫ് phi dash x അതും cos x തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൽ നമ്മൾ ഈ 1, 2 എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? അത് എല്ലാം ലെസ് ദാൻ 1 തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. കാര്യം നമ്മളിവിടെ 1ൽ നിന്നാണ് 1നും 2ന്റെ ഇടയിലാണ് നമ്മുടെ റൂട്ട് എന്നറിയാം. അപ്പോൾ ഞാൻ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ x0 is equal to 1 എന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഐട്രേഷൻ ഞാൻ കണ്ടക്ട് ചെയ്യുവാണ്. therefore x1 is equal to phi of x0. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ എല്ലാം ഇനി സെയിം ആണ്. നമ്മുടെ phi of xലെ നമ്മൾ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x0ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഈ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ കേസിൽ 1.3414 എന്നുള്ളത് കിട്ടും. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേജ് ഓഫ് ഐട്രേഷനിലേക്ക് പോവുക. x2 is equal to phi of x1.
അപ്പോൾ അതിൽ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 1.3414 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഹാഫ് ഓഫ് സൈൻ ഓഫ് 1.3414. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. ഈ രണ്ട് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക, ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഐറ്ററേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ x3 കാൽക്കുലേറ്റ് ചെയ്യുന്നു, 1.4952 കിട്ടി. അപ്പോൾ അതും മുന്നത്തെ വാല്യൂ കമ്പയർ ചെയ്യുമ്പോഴും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്റ്റേജ് ഓഫ് ഐറ്ററേഷനിലേക്ക് പോയി x4ലേക്ക് വന്നു, 5 ഓഫ് x3 ആയി. x3 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ നമ്മൾ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1.4971. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഡെസിമൽ കഴിഞ്ഞിട്ടുള്ളത് ഓൾമോസ്റ്റ് സെയിം ആയി വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു ഇറ്ററേഷൻ കൂടി ചെയ്യുകയാണ് x5 എന്നുള്ളത്. അപ്പോൾ 5 ഓഫ് x4 ആയി. ഇതിന്റെ വാല്യൂ എന്താണ് കിട്ടിയത്? 1.4972. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആദ്യത്തെ 3 ഡെസിമൽ പ്ലേസും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിന് നമ്മുടെ റൂട്ട് ആയിട്ട് എടുക്കാം. Since the difference between x4 and x5 are very small, the root can be assumed as 1.497. Okay. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ലോഗരിതമിക് ഫംഗ്ഷൻ എടുത്തു, അതുപോലെ തന്നെ നമ്മുടെ ഇക്വേഷനിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുന്ന ഒരു ഇക്വേഷന്റെ റൂട്ടും നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ടൈപ്പ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലം ആണത്. അതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. ഇപ്പോൾ ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ 1 minus x plus x square by 2 factorial the whole square minus x cube by 3 factorial the whole square plus x raised to 4 by 4 factorial the whole square minus. അങ്ങനെ ഈ സീരീസ് പോവുകയാണ് ഇൻഫിനിറ്റി വരെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് നമ്മളുടെ ഈ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് പാർട്ട് നമ്മുടെ ഇന്റർവെല്ലിൽ കണ്ടുപിടിക്കുന്ന പാർട്ടെല്ലാം ഇതിനകത്ത് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മൾ g of x എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഇതിൽ നിന്ന് കണ്ടുപിടിക്കും. g of x എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? x is equal to ഒരു ഫംഗ്ഷൻ എന്നുള്ള ഫോർമാറ്റിലാക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു -x ഉണ്ടായിരുന്നു. അപ്പോൾ ഈ x ന് നേരെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് x is equal to ഒരു ഫംഗ്ഷൻ കിട്ടും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. x is equal to 1 plus x square by 2 factorial the whole square minus x cube by 3 factorial the whole square. അങ്ങനെ ഈ സെയിം ഫംഗ്ഷൻ തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ x0 is equal to 1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ x1 എന്തായിരിക്കും? x1 is equal to 5 of x0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x0ന്റെ വാല്യൂ ഈ 1 എടുത്തിട്ട് നമ്മളുടെ g of x-ലുള്ള എല്ലാ x-ന്റെ പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ സാധാരണ ചെയ്യാറുള്ള സെയിം പ്രൊസീജിയർ ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 plus ഇവിടെ 1 square by 2 factorial, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 square by 2 factorial minus 1 cube by 3 factorial, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് 1 raised to 4 by 4 factorial minus etc. അപ്പോൾ നിങ്ങൾ ഇതിന്റെ വാല്യൂ വാല്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പോലെ ഈ 4 ടേമിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാര്യം നമുക്കറിയാം ഇനി അങ്ങോട്ട് പോകുന്തോറും 1 divided by 5 factorial the whole square, അത് വളരെ ചെറിയ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ വലിയ ഡിഫറൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യനിൽ എത്ര ഫാക്ടേഴ്സ് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര വാല്യൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അത് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ 1ഉം ഈ 3 ടേംസും കാൽക്കുലേറ്ററിൽ കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ ഫൈനൽ വാല്യൂ ആണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1.2239 എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടുത്തൊരു ഐറ്ററേഷൻ ചെയ്യണം. x2 is equal to 5 of x1. ഈ പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ആയിക്കൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നത് ഈ ആദ്യത്തെ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ 5 of x1 എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? നമ്മളുടെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എക്സിന്റെ ഭാഗത്ത്. അപ്പോൾ ആ രീതി ചെയ്യുവാണ്. അപ്പോൾ എന്ത് വരും? 1 plus 1.2239, അതായത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സ്ക്വയർ ഡിവൈഡ് ബൈ 2 factorial the whole square മൈനസ് നമ്മുടെ x1 ക്യൂബ് ഡിവൈഡ് ബൈ 3 factorial the whole square പ്ലസ് x1 raised to 4 divided by 4 factorial the whole square minus etc. എന്നിട്ട് ഇത്രയും ഭാഗം നമ്മളൊന്ന് കാൽക്കുലേറ്ററിൽ കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1.3236 എന്നുള്ളതാണ്. ഇനി ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ x3ലേക്ക് പോവുകയാണ്. x3 ഇതുപോലെ തന്നെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. എക്സിന്റെ സ്ഥാനത്തല്ല ഞാനിപ്പോൾ എന്താ കൊടുക്കുന്നത്? x2 ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഫൈനൽ വാല്യൂ എടുക്കുമ്പോഴേക്ക് എത്ര കിട്ടി? 1.380 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി അടുത്ത ഇറ്ററേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ഇനി x4 ഇവാലുവേറ്റ് ചെയ്യുകയാണ്. x4 എന്താണ്? 5 of x3 ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ എനിക്ക് 1.4971 കിട്ടി. ഇനി x5 ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ 1.4972 കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. x6 ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ 1.434 കിട്ടി. x7 ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ 1.439 കിട്ടി. അപ്പോൾ ഇതെല്ലാം നോക്കുവാണെങ്കിൽ ഇപ്പോൾ x6ഉം 7ഉം നോക്കുവാണെങ്കിൽ എന്താണ്? ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള രണ്ട് വാല്യൂസ് സെയിം ആണ്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എൻ്റെ റൂട്ട് ഇസ് ഈക്വൽ ടു 1.43 എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുകയാണ്. സോ ദ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ക്യാൻ ബി ടേക്കൺ ആസ് 1.43. ഇനി നമുക്ക് ഈ കിട്ടിയ വാല്യൂ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ നേരെ f of x ലേക്ക് ഈ 1.43 എന്ന് പറയുന്ന സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. f of x എന്തായിരുന്നു? f of x എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ആണ് 1 minus x plus x square by 2 factorial എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഫുൾ ഫംഗ്ഷൻ ആണ്.
നിങ്ങൾ ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തെറ്റിക്കരുത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എക്സിലാണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് നമ്മുടെ റൂട്ടായിട്ട് നമ്മൾ എടുക്കുന്നത് 1.43 ആണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും നോക്കാം. 1 മൈനസ് 1.43 പ്ലസ് 1.43 സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ സ്ക്വയർ മൈനസ് 1.43 ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ സ്ക്വയർ പ്ലസ് 1.43 റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ സ്ക്വയർ മൈനസ് എക്സെട്ര. നമുക്ക് ഇവിടെ വരെ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ എത്ര കിട്ടുന്നതെന്ന് നോക്കി. 0.0073. ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഇത് നമ്മളുടെ ഇക്വേഷന്റെ ഒരു റൂട്ടാണെന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് ചെയ്യാനുള്ള പ്രൊസീജിയർ ഈ രീതിയിലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റെഗുലർ ഫോൾസി മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. മെത്തേഡ് ഓഫ് ഫോൾസ് പൊസിഷൻ എന്ന മറ്റൊരു പേരും കൂടി ഈ ഒരു മെത്തേഡിനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ നമ്മളൊരു മെയിൻ ആയിട്ട് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായി ഞാനൊരു ജനറൽ ഇക്വേഷൻ ആണ് എടുത്തിരിക്കുന്നത്. y is equal to f of x എന്നുള്ള രീതിയിൽ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോമിൽ ഞാനൊരു ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻ നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലൊരു കർവാണ് കിട്ടുന്നതെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ഫൈനലി കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിന്റെ റൂട്ടാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ പോയിന്റിൽ അത് എക്സ് ആക്സിസിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിലേക്കുള്ള എക്സ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും, ഇവിടെ വൈന്റെ വാല്യൂ 0 ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് 0 കിട്ടുന്ന ആ ഒരു എക്സിനെയാണ് നമ്മൾ ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ 2 വാല്യൂസ് എക്സിന് കൊടുക്കുവാണ്. ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ എന്നുള്ളതും രണ്ടാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ളതുമാണ്. ഈ വാല്യൂ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ 2 വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ എന്നിട്ട് എഫ് ഓഫ് എയും ഇവാലുവേറ്റ് ചെയ്യും, അതുപോലെ എഫ് ഓഫ് ബിയും ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ സൈന് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഈ പിക്ചറിൽ നോക്കുവാണെങ്കിൽ ഞാനിവിടെ എഫ് ഓഫ് എ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് കിട്ടുന്നത്, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. അതുപോലെ എഫ് ഓഫ് ബി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള 2 വാല്യൂസ് ആയിരിക്കണം എടുക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താം. നമ്മുടെ റൂട്ട് ഈ 2 വാല്യൂല്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു എൻ്റെയും എക്സ് ഇസ് ഈക്വൽ ടു ബിന്റെയും ഇടയിലാണെന്നുള്ളത്. ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ ഒരു പോസിറ്റീവ് വാല്യൂ വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ പ്രൊസീജിയർ തുടങ്ങുന്നത്. ഈ പോയിന്റ് ഫംഗ്ഷന്റെ എൻഡിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വളരെ ആർബിട്രറി ആയിട്ട് ഒരു അസംഷൻ എടുക്കുവാണ്. എക്സിന് ഒരു വാല്യൂ കൊടുക്കും, എക്സിന് 2 വാല്യൂ കൊടുക്കുന്നു. അതായത് ആദ്യത്തെ വാല്യൂ എ എന്നുള്ളത്, രണ്ടാമത്തെ വാല്യൂ ബി എന്നുള്ളത്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതെങ്ങനെയെന്ന് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ 2 വാല്യൂ അസ്യൂം ചെയ്തു എന്നുള്ള രീതിയിൽ എടുക്കാം. ഇപ്പം ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും. ഈ ഫംഗ്ഷന്റെ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പോയിന്റ് നമ്മൾ ഈ കർവില് എ എന്നും ബി എന്നും പറഞ്ഞിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2 പോയിന്റ്സും കണക്ട് ചെയ്ത് ഞാനൊരു ലൈൻ വരക്കുവാണ്. ഇനി നമുക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതണം. സപ്പോസ് ഈ ലൈൻ x1 y1 എന്ന് പറഞ്ഞൊരു പോയിന്റിലും x2 y2 എന്ന് പറഞ്ഞൊരു പോയിന്റിലും കൂടി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, y മൈനസ് y1 ഡിവൈഡഡ് ബൈ y1 മൈനസ് y2 ഇസ് ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡഡ് ബൈ x1 മൈനസ് x2 എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ലൈനിലേക്ക് വരുമ്പോഴേക്കും എന്താവും, y മൈനസ് y1ന്റെ വാല്യൂ എന്താണ്, ഞാനിവിടെ ഈ b ആണ് ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത്, a സെക്കൻഡ് പോയിന്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റിനും y കോർഡിനേറ്റിനും നമ്മൾ പറയുന്നതാണ് x1 y1 എന്നുള്ളത്. ഇത് x2 y2 ആണ്. അപ്പോൾ y മൈനസ് y1, ഇവിടുത്തെ y1 എത്രയാണ് നമുക്കറിയാം, എഫ് ഓഫ് ബി ആണ്. അപ്പോൾ y മൈനസ് എഫ് ഓഫ് ബി ഡിവൈഡഡ് ബൈ y1, അതായത് എഫ് ഓഫ് ബി മൈനസ് y2 എന്താണ്, എന്റെ y കോർഡിനേറ്റ്, അതെന്തായിരിക്കും എഫ് ഓഫ് എ ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി. എങ്ങനെയാണ് ഇവിടെ ബി കിട്ടിയത്, ഇവിടെ എക്സ് മൈനസ് x1 ആണ്. ഈ ഫസ്റ്റ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു ബി ആണ്, ഡിവൈഡഡ് ബൈ x1, അതായത് b മൈനസ് x2. സെക്കൻഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അത് നമുക്കറിയാം a ആണെന്നുള്ളത്, അപ്പോൾ മൈനസ് a. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെ ജനറൽ ഫോർമാറ്റിൽ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും വാലിഡ് ആണ്. ഈ ലൈൻ ഞാൻ വരച്ചപ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ ലൈൻ എക്സ് ആക്സിസിനെ മുട്ടുന്നുണ്ട്. ആ പോയിന്റിനെ ഡി എന്ന് മാർക്ക് ചെയ്യുവാണ്. ആ പോയിന്റിന്റെ കോർഡിനേറ്റ് നോക്കുവാണ്. കോർഡിനേറ്റ് നോക്കുമ്പോൾ നമുക്കറിയാം, സോ ഞാനിവിടെ എക്സ് വാല്യൂ ആർബിട്രറി ആയിട്ട് കൊടുക്കുവാണ്. എക്സ് ഇസ് ഈക്വൽ ടു x1 എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ആയിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. ഇവിടുത്തെ y വാല്യൂ എന്തായിരിക്കും, അത് എക്സ് ആക്സിസിൽ കൂടി മുട്ടുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ y വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും, x1 0 എന്നുള്ളതായിരിക്കും. ഇനി ഞാൻ
ഈ ഒരു ഇക്വേഷന്റെ സഹായത്തോടു കൂടി ഈ കോർഡിനേറ്റ് ഇതിലേക്ക് കൊടുത്തിട്ട് x1 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് ഒരു ഇക്വേഷൻ കൊണ്ടുവരാൻ നോക്കുവാണ്. അപ്പോൾ ഇവിടെ yക്ക് പകരം ഞാൻ എന്ത് കൊടുക്കണം? എന്റെ y വാല്യൂ കൊടുക്കണം, അത് 0 ആണ്. എക്സിന് പകരം x വാല്യൂ കൊടുക്കണം. അപ്പൊ ഇതിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? മൈനസ് fb മൈനസ് fa ഇസ് ഈക്വൽ ടു x1 മൈനസ് b മൈനസ് a. ഞാൻ ഇതിലെ yക്കും എക്സിനും പകരം x1 0 കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിൽ ഒരു x1 എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അപ്പൊ ഈ ഒരു x1ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡിനോമിനേറ്റർ ഞാൻ ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എനിക്ക് കിട്ടുന്നത് എന്താണ്? മൈനസ് b മൈനസ് a ഇൻറ്റു fb ഡിവൈഡ് ബൈ fb മൈനസ് fa ഇസ് ഈക്വൽ ടു x1 മൈനസ് b എന്ന് കിട്ടും. അപ്പൊ ഇതാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ മൈനസ് ബിനെ കൂടി ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുകഴിഞ്ഞാൽ അത് x1 എന്നുള്ള ഒരു ഇക്വേഷനായി മാറും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ മൈനസ് ബിനെ അപ്പുറത്തേക്ക് കൊണ്ടുമ്പോൾ അത് പ്ലസ് ബി ആവും. പിന്നെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈനലി എനിക്ക് കിട്ടുന്നത് എന്താണ്? x1 ഇസ് ഈക്വൽ ടു a ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നുള്ള ഈ ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ എന്തിനാണ്? ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടാണ്. സപ്പോസ് ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മുടെ ആക്ച്വൽ റൂട്ട് ആയിരുന്നെങ്കിൽ എന്ത് വരും? ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതുപോലെ x1 എന്ന് പറഞ്ഞ വാല്യൂ ഇതുപോലെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സപ്പോസ് എഫ് ഓഫ് x1 എടുക്കണമെങ്കിൽ അതിന്റെ വാല്യൂ എന്ത് കിട്ടും? എനിക്ക് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു x1 എങ്കിൽ ഇവിടെ ഞാൻ എഫ് ഓഫ് x1 എടുക്കുമ്പോൾ y-ന്റെ വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് x1ന്റെ വാല്യൂ എനിക്ക് 0 കിട്ടണം. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. നമ്മൾ x1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് x1 ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് ഇപ്പൊ ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കിയാൽ അറിയാം എഫ് ഓഫ് x1 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ക്വാണ്ടിറ്റി കിട്ടും. ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് x1 ഇതിന്റെ റൂട്ട് അല്ല എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് ഐറ്ററേഷനിലായിരിക്കും നമുക്ക് x1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ എഫ് ഓഫ് x1 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് 0 ആയില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് സെറ്റ് ഓഫ് ഐറ്ററേഷനിലേക്ക് പോകും. അപ്പൊ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്ത എല്ലാ സ്റ്റെപ്പും നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. പക്ഷേ അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തും. നമ്മൾ ഈ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയോ ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പൊ ഈ ഒരു കേസിൽ നമ്മളിപ്പോൾ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്ത കേസ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എഫ് ഓഫ് x1 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് അതായത് എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള സാധനത്തിന് നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? x1 കൊണ്ട് റീപ്ലേസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇനിഷ്യലി അസ്യൂം ചെയ്തത് എന്തായിരുന്നു? നമ്മുടെ റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൻ്റെയും എക്സ് ഇസ് ഈക്വൽ ടു ബിൻ്റെയും ഇടയിലാണെന്ന് അസ്യൂം ചെയ്തു. ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് ഐറ്ററേഷൻ കഴിയുമ്പോൾ നമ്മുടെ അസംഷൻ എന്താവും? നമ്മുടെ റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൻ്റെയും എക്സ് ഇസ് ഈക്വൽ ടു ബിൻ്റെയും ഇടയിൽ തന്നെയാണ്. പക്ഷെ പുതിയ ബിന്റെ വാല്യൂ എന്തായിരിക്കും? അത് x1 ആയിരിക്കും. അതായത് ഈ ഒരു പോയിന്റിന്റെയും ഇടയിലാണ് നമ്മുടെ റൂട്ട് എന്നുള്ളതായിരിക്കും നമ്മളുടെ സെക്കൻഡ് ഐറ്ററേഷനിലുള്ള അസംഷൻ. എന്നിട്ട് നമ്മൾ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് റിപ്പീറ്റ് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്? ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് x1 ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യും. എഫ് ഓഫ് എയിലെ ഫംഗ്ഷൻ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ കർവിൽ മുട്ടുന്ന രണ്ട് പോയിന്റ് തമ്മിൽ ഒരു ലൈൻ നമ്മൾ കണക്ട് ചെയ്യും. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? x2 0 എന്നുള്ളതായിരിക്കും. നമ്മുടെ സെക്കൻഡ് ഐറ്ററേഷൻ ആയതുകൊണ്ട് അത് x2 എന്ന് പറഞ്ഞ് ഞാൻ എടുക്കും. അത് കഴിഞ്ഞ് x2ന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ കണ്ടുപിടിക്കും. എഫ് ഓഫ് x2 ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഇതിന്റെ അകത്ത് കിട്ടും. ഈ ഒരു പ്രോബ്ലം ആണെങ്കിൽ ഇതിന്റെ അകത്ത് കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളുടെ റൂട്ട് അല്ല x2 എന്നുള്ളത് മനസ്സിലാക്കും. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ ഇപ്പോഴത്തെ ബി എന്തായിരുന്നു? x1 ആയിരുന്നു. അതിന് പകരം പുതിയ ബി എന്തായിട്ട് എടുക്കും? നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു x2 എന്നുള്ള ക്വാണ്ടിറ്റി എടുക്കും. എന്നിട്ട് നമ്മുടെ അസംഷൻ എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഈ പോയിന്റിന്റെയും എക്സ് ഇസ് ഈക്വൽ ടു എ എന്നുള്ള ഈ പോയിന്റിന്റെയും ഇടയിലാണ് നമ്മളുടെ ആക്ച്വൽ റൂട്ട് നമ്മൾ വീണ്ടും അസ്യൂം ചെയ്യും. നമ്മൾ ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എന്താവും? അടുത്തൊരു കർവ് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്ന എവിടെയായിരിക്കും? ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ലൈൻ വരയ്ക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറെ കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ റൂട്ടിന്റെ അടുത്ത് തന്നെ എത്തും. അല്ലെങ്കിൽ നമ്മളൊരു xn എന്ന് പറഞ്ഞൊരു വാല്യൂ എടുത്തിട്ട് എഫ് ഓഫ് xn ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? അത് 0 ആവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ xnന്റെ വാല്യൂ ആണ് നമ്മളുടെ ഇക്വേഷന്റെ റൂട്ട് എന്നുള്ളത്. അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കൂടി ഒന്ന് നോക്കാം. ഇപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് രണ്ട് പോയിന്റ് എടുക്കണം. ഫൈൻഡ് 2 പോയിന്റ്സ് എ ആൻഡ് ബി where f of x gives positive and negative values respectively. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് പോയിന്റിലെയും ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിന്റെയും വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തൊക്കെയുണ്ട്? എന്റെ വാല്യൂ ഉണ്ട്, ബിന്റെ വാല്യൂ ഉണ്ട്, എഫ് ഓഫ് എന്റെ വാല്യൂ ഉണ്ട്, എഫ് ഓഫ് ബിന്റെ വാല്യൂ ഉണ്ട്. നമ്മളുടെ ഫസ്റ്റ് ഐറ്ററേഷൻ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരിക്കും? അപ്പോൾ x1 is equal to a into f of b
മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ x1 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഫംഗ്ഷനെ ഇവാലുവേറ്റ് ചെയ്യണം. എഫ് ഓഫ് x1 ഇവാലുവേറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സിൽ എക്സിന്റെ പകരം എന്ത് കൊടുക്കണം? x1 കൊടുത്തിട്ട് ആ ഫംഗ്ഷന്റെ വാല്യൂ എത്രയും നോക്കണം. അത് 0 ആണെങ്കിൽ x1 ആണ് നമ്മളുടെ റൂട്ട്. 0 അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് എഫ് ഓഫ് എയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് എഫ് ഓഫ് ബിയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തായിരുന്നു. സപ്പോസ് അതിൽ എഫ് ഓഫ് എ ആണ് എനിക്ക് നെഗറ്റീവായിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് x1 ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എയിനെ ഞാൻ x1 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ പ്രൊസീജിയർ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് അടുത്ത ഇറ്ററേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്തായിരിക്കും? x2 ആയിരിക്കും. ഈ സെയിം ഇക്വേഷൻ തന്നെ ആയിരിക്കും, പക്ഷെ നമ്മൾ എയിനെ അല്ലെങ്കിൽ ബിനെ x1ന്റെ വാല്യൂ കൊണ്ട് ഓൾറെഡി റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് കുറെ കഴിയുമ്പോഴേക്കും നമുക്ക് എഫ് ഓഫ് xn അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ വരും. അങ്ങനെ വരുമ്പോൾ ആ കറസ്പോണ്ടിങ് xnന്റെ വാല്യൂ ആണ് നമ്മളുടെ ഇക്വേഷന്റെ റൂട്ട് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് റെഗുലർ ഫോൾസി മെത്തേഡിൽ നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ എടുത്തിരിക്കുന്ന പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് റൂട്ട് ഓഫ് ഇക്വേഷൻ x³ - 2x - 5 = 0 ബിറ്റ്വീൻ 2, 3 ബൈ റെഗുലർ ഫോൾസി മെത്തേഡ്. അപ്പോൾ ഇതിൽ നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ - 2x - 5 = 0 എന്നുള്ളതും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇന്റർവെല്ലും ഈ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അത് ചില സമയത്ത് തന്നെ എന്ന് നിർബന്ധമില്ല, തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ എൻ്റെയും ബിൻ്റെയും വാല്യൂ നമുക്ക് 2 എന്നും 3 എന്നും അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് ഫസ്റ്റ് തന്നെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? x³ - 2x - 5 എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ട് ഇന്റർവെൽ ഉണ്ട്, എൻ്റെയും ബിൻ്റെയും വാല്യൂ 2ഉം 3ഉമായിട്ട് ഞാൻ എടുക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ ആദ്യം തന്നെ എഫ് ഓഫ് എ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സിൽ എക്സിന് പകരമെല്ലാം ഫസ്റ്റ് എ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ആയതുകൊണ്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2³ - 2 × 2 -5 = ആ വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് വരുന്നത് -1 ആണ്. അതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഇനി ഞാൻ എഫ് ഓഫ് ബിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ബിന്റെ വാല്യൂ, അതായത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് 3³ - 2 × 3 -5 എന്ന് വരും. അത് ഫൈനലി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16 എന്നുള്ളത് കിട്ടും. അതെന്താണ്? അത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും കിട്ടിയതുകൊണ്ട് എനിക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എൻ്റെ ആക്ച്വൽ റൂട്ട് 2 എന്ന് പറഞ്ഞ ഈ വാല്യൂവിൻ്റെയും 3 എന്ന് പറഞ്ഞ ഈ വാല്യൂവിൻ്റെയും ഇടയിലാണെന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്രോക്സിമേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മളുടെ ജനറൽ ഇക്വേഷൻ ഉണ്ട്. x1 = എന്താണ്? a × എഫ് ഓഫ് ബി മൈനസ് ബി ഇൻറ്റു എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നുള്ളതാണ്. ഇതിൽ എൻ്റെയും ബിൻ്റെയും എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2.058 എന്നുള്ളത് കിട്ടും. അപ്പോൾ x1 നമുക്കൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് x1 ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എഫ് ഓഫ് x1 0 ആണെങ്കിൽ എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഈ കിട്ടിയിരിക്കുന്ന x1 2.058 എന്നുള്ളത് നമ്മുടെ റൂട്ടാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ എഫ് ഓഫ് x1 ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് എല്ലാം എന്ത് കൊടുക്കണം? 2.058 x1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്? -0.4 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് റൂട്ടായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു അപ്രോക്സിമേഷനിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ അപ്രോക്സിമേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു ചേഞ്ച് വരുത്തണം. എന്താ വരുത്തേണ്ടത്? നമ്മളിവിടെ എഫ് ഓഫ് x1 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഇവാലുവേറ്റ് ചെയ്തായിരുന്നു. അതിൽ എഫ് ഓഫ് എ ഇവാലുവേറ്റ് ചെയ്തപ്പോഴാണ് നെഗറ്റീവ് കിട്ടിയത്. അതുകൊണ്ട് ഈ എയിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? x1 വേണം ഇനി യൂസ് ചെയ്യാനായിട്ട്. കാര്യം എഫ് ഓഫ് x1 നമ്മൾ എടുത്തപ്പോൾ അത് നെഗറ്റീവ് തന്നെ കിട്ടിയത് കൊണ്ട് നമ്മൾ എഫ് ഓഫ് ഏത് ഫംഗ്ഷനെയാണോ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് വന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എയോ ബിയോ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ x1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എനിക്ക് നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് എഫ് ഓഫ് 2നായിരുന്നു ആദ്യം എനിക്ക് നെഗറ്റീവ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ 2 എന്ന് പറഞ്ഞ വാല്യൂ, അതായത് നമ്മുടെ എ വാല്യൂവിനെ ഞാൻ എന്തായിട്ട് എടുക്കും? ഇനി 2.058 ആയിട്ട് എടുക്കും. സോ ന്യൂ എ വിൽ ബി ഈക്വൽ ടു 2.058, ബി വിൽ ബി ഈക്വൽ ടു 3. ഇനി നമുക്ക് സെക്കൻഡ് ഐറ്ററേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് നമ്മളുടെ പുതിയ എ ഉണ്ട്, എഫ് ഓഫ് ബിയും ഉണ്ട്. എഫ് ഓഫ് പുതിയ എ നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടിയത്, -0.4 ആണ്. എഫ് ഓഫ് 3 പോസിറ്റീവ് ആണ്. അപ്പോൾ എന്തായാലും റൂട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെയാണ്. അപ്പോൾ എന്റെ വാല്യൂ 2.058, ബി 3 എന്ന് നമുക്കറിയാം. നമ്മൾ സെക്കൻഡ് അപ്രോക്സിമേഷനിലേക്ക് കിടക്കുവാണ്. x2 = സെയിം ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ ബി ഈ പുതിയ വാല്യൂസ്, അതായത് എന്റെ പുതിയ വാല്യൂയും എഫ് ഓഫ് എന്റെ പുതിയ വാല്യൂ വേണം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ബിയും എഫ് ഓഫ് ബിയും പഴയത് തന്നെയായിരിക്കും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കിട്ടുന്നത്?
2.081 എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എഫ് ഓഫ് x2 നമുക്ക് ഇനി ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ എഫ് ഓഫ് x2 ഞാൻ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് കിട്ടുന്നത് -0.15 എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും അത് 0 കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇത് റൂട്ടായിട്ട് വീണ്ടും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് അസ്യൂം ചെയ്യണം? ഞാൻ ആദ്യം തന്നെ അടുത്ത ഐറ്ററേഷനിലേക്ക് എനിക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ മൈനസ് കിട്ടിയതുകൊണ്ട് വീണ്ടും ഈ എയിന് a = 2.058 എന്നുള്ളതിന് പകരം ഞാൻ എന്തെടുക്കും? 2.081 എന്നുള്ളത് വേണം എടുക്കാനായിട്ട്. എന്തുകൊണ്ടാണ് ഞാൻ a തന്നെ റീപ്ലേസ് ചെയ്തത്? ഇവിടെ വീണ്ടും എനിക്ക് നെഗറ്റീവാണ് കിട്ടിയത്. ഇവിടെ എഫ് ഓഫ് എയിനായിരുന്നു നെഗറ്റീവ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ എയിനെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പുതിയ എന്റെ വാല്യൂ 2.081 എന്നും ബിന്റെ വാല്യൂ 3 എന്നും കിട്ടി. അപ്പോൾ അതുപോലെ എഫ് ഓഫ് എ പുതിയ എയും എഫ് ഓഫ് ബിയും ഞാൻ ഇവിടെ വാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വാല്യൂസ് വെച്ചിട്ട് ഞാൻ അടുത്ത ഐറ്ററേഷൻ ചെയ്യാൻ പോവുകയാണ്. x3 = സെയിം ഇക്വേഷൻ, പുതിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈനൽ വാല്യൂ വാല്യൂറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2.089 എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും എഫ് ഓഫ് ഈ x3 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? -0.062. ഈ വാല്യൂ ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീണ്ടും ഇത് മൈനസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്റെ വാല്യൂ ഞാൻ റീപ്ലേസ് ചെയ്യും. എന്തുകൊണ്ട്? 2.089 കൊണ്ട്. അപ്പോൾ എൻ്റെ പുതിയ എന്റെ വാല്യൂ 2.089 ആയിരിക്കും. ബിന്റെ വാല്യൂ 3 ആണ്. എഫ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്തു, എഫ് ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത ഐറ്ററേഷൻ ഞാൻ ചെയ്യുവാണ്. x4 ചെയ്യുമ്പോഴേക്കും സെയിം ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വാല്യൂസ് പുതിയതാണ്. ഇപ്പം എന്ത് കിട്ടി? 2.093 എന്നുള്ളത് വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? എഫ് ഓഫ് സാധാരണ ചെയ്യാറുള്ള പോലെ എഫ് ഓഫ് x4 കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം എഫ് ഓഫ് 4 എത്രയാണ് എനിക്ക് കിട്ടിയത്? -0.012. ഇത് വളരെ ചെറിയൊരു വാല്യൂ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ട് ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുവാണ്. എന്നിട്ട് എന്ത് ചെയ്യാം? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2.093 ആണ് എൻ്റെ ഇക്വേഷൻ്റെ റൂട്ട് എന്ന് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്യുറസി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും അപ്രോക്സിമേഷൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വീണ്ടും നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് പുതിയ എ ആയിട്ട് 2.093 നിങ്ങൾ എടുക്കുക, ബി പഴയത് തന്നെ എടുക്കുക, വീണ്ടും ഈ സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും എഫ് ഓഫ് x5 വാല്യൂട്ട് ചെയ്യുമ്പോൾ കുറേയും കൂടി ചെറിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്യുറസി എത്തുന്നത് വരെ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് വാല്യൂ ഓഫ് നിങ്ങളുടെ റൂട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് റെഗുലർ ഫോൾസി മെത്തേഡ് യൂസ് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫൈൻഡ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ x tan x is equal to -1 starting with x0 is equal to 2.5 and x1 is equal to 3 by regular Folsey method. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എഫ് ഓഫ് എക്സ് കുറച്ച് വ്യത്യസ്തമാണ്. ഇതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. ഇതിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? x tan x, ഈ -1 നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ x tan x + 1 is equal to 0 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? x tan x + 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലും എൻ്റെയും ബിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ x0യും x1 എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ 3നെയാണ് ഈ കേസിൽ എ ആയിട്ട് എടുക്കുന്നത്. അതുപോലെ 2.5നെയാണ് ഞാൻ ബി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എഫ് ഓഫ് 3 അല്ലെങ്കിൽ എഫ് ഓഫ് എ അല്ലെങ്കിൽ എഫ് ഓഫ് 3 ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എക്സിന്റെ സ്ഥാനത്തെല്ലാം ഞാൻ 3 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? 0.5724 എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉള്ളപ്പോഴേക്കും നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഈ എക്സിന്റെ വാല്യൂ ടാൻ എക്സിന്റെ വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ അത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം എൻ്റർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഇക്വേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് റേഡിയൻ മോഡിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങളുടെ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ റേഡിയൻ മോഡ് ഉണ്ടാവും, അതിൽ ഇട്ടിട്ട് വേണം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി കൺവേർട്ടഡ് ആയിക്കോളും. ഇനി അതല്ല ഡിഗ്രി മോഡിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സിന് 3 കൊടുക്കാം, ടാൻ 3 കൊടുത്തതിന് ശേഷം അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ വാല്യൂ വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷൻ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എഫ് ഓഫ് എ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ എനിക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത് 0.5724 എന്നുള്ളത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? എഫ് ഓഫ് ബിയും കൂടി ഇവാലുവേറ്റ് ചെയ്യും. ഇതിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് എത്താം? എൻ്റെ ആക്ച്വൽ റൂട്ട് 3 എന്ന് പറഞ്ഞ ഈ വാല്യൂവിൻ്റെയും 2.5 എന്ന് പറഞ്ഞ ഈ വാല്യൂവിൻ്റെയും ഇടയിലാണെന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എനിക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ എ ആയിട്ട് 3യും ബി ആയിട്ട് 2.5 തന്നെ ഫിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? x1 is equal to a into f of b minus b into f of a divided by f of b minus f of a എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എൻ്റെയും ബിൻ്റെയും എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെ എല്ലാം വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
2.8012 എന്നുള്ളൊരു വാല്യൂ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? x1 ഇവാലുവേറ്റ് ചെയ്ത ഉടനെ തന്നെ f of x1 വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ f of x1 എടുത്തു. ഇനി f of x ലെ x-ന്റെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുക്കണം? x1ന്റെ വാല്യൂ, അതായത് 2.8012 എന്നുള്ള വാല്യൂ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫംഗ്ഷൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ കിട്ടുന്നത്? എനിക്ക് 0.00787 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഏത് വാല്യൂവിനാണ് ഇനി അടുത്ത ഇറ്ററേഷനിൽ റീപ്ലേസ് ചെയ്യാനായിട്ട്? ഞാൻ നോക്കിയാൽ f of a ആണ് എനിക്ക് ഇവിടെ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ a-നെ റീപ്ലേസ് ചെയ്യണം. ഈ 3 എന്ന് പറഞ്ഞതിന് പകരം ഞാൻ അടുത്ത ഇറ്ററേഷനിൽ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? 2.8012 എന്നുള്ളതായിരിക്കും യൂസ് ചെയ്യുന്നത്. b-നെ പഴയ വാല്യൂ തന്നെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ പുതിയ a എന്തായിരിക്കും? 2.8012, b എന്തായിരിക്കും? 2.5 ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കത് പ്രൊസീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എഫ് ഓഫ് എൻ്റെ പുതിയ എന്റെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എഫ് ഓഫ് ബി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ എന്റെ ബിന്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ അപ്രോക്സിമേഷൻ 2ൽ x2 ഞാൻ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. സെയിം ഇക്വേഷൻ പുതിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എനിക്ക് എത്ര കിട്ടുന്നത്? 2.7984. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? എഫ് ഓഫ് x2 കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സിലെ എക്സിന്റെ സ്ഥാനത്തല്ല ഞാൻ x2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കിട്ടുന്നത്? എനിക്ക് 0.0000390 എന്നുള്ള വളരെ ചെറിയൊരു വാല്യൂ ആണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മളുടെ റൂട്ട്, നമ്മുടെ ഇക്വേഷന്റെ റൂട്ട് എന്താണ്? 2.7984 ആണെന്നുള്ളത് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ആണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ, ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു പ്രോബ്ലമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫൈൻഡ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ x log x is equal to 1.2 ബൈ റെഗുലർ പോളിസി മെത്തേഡ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് ഇന്റർവെൽ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ അസ്യൂം ചെയ്തിട്ട് വേണം നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റുവാണ്. x log x മൈനസ് 1.2 is equal to 0. എന്നിട്ട് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയാണ് ഞാൻ f of x ആയിട്ട് എടുക്കുന്നത്. അതായത് x log x മൈനസ് 1.2. ഇനി ഞാൻ ഇവിടെ ആർബിട്രറി ആയിട്ട് എക്ക് 2 എന്ന് പറഞ്ഞൊരു വാല്യൂയും ബിക്ക് 3 എന്ന് പറഞ്ഞൊരു വാല്യൂയും കൊടുത്തിട്ട് ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുവാണ്. ഇപ്പൊ നിങ്ങൾ എക്ക് 0 എന്നും ബിക്ക് 1 എന്നും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ ഫംഗ്ഷൻ അത് കഴിഞ്ഞിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവായിട്ട് കിട്ടണമെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. അപ്പോൾ ഇപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ ആദ്യം 0യും 1ഉം ആണ് എടുത്തത്. അപ്പം മിക്കവാറും ഇതിനകത്ത് നമുക്ക് രണ്ട് വാല്യൂയും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് വരും, എഫ് ഓഫ് 0യും എഫ് ഓഫ് 1ഉം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 1 ഉം 2ഉം എടുക്കും. അപ്പോൾ 1ന് ഓൾറെഡി നെഗറ്റീവ് ആണ്, 2ന് വീണ്ടും എനിക്ക് നെഗറ്റീവ് തന്നെ കിട്ടുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 2ഉം 3യിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെ നമ്മൾ ട്രയൽ ആൻഡ് എററിലാണ് ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ എക്ക് 2ഉം ബിക്ക് 3യും കൊടുക്കുമ്പോൾ ഞാൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്ത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എനിക്ക് നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെയും ബിൻ്റെയും വാല്യൂ എന്തായിട്ട് എടുക്കുന്നു? 2ഉം 3യും ആയിട്ട് ഇവിടെ ഫൈനലൈസ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ അപ്രോക്സിമേഷൻ തുടങ്ങുവാണ്. x1 is equal to a into f of b മൈനസ് ബി into f of a ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിലേക്ക് നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂസ് എല്ലാം നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2.72 എന്നുള്ളൊരു വാല്യൂ ആണ് എനിക്ക് കിട്ടുന്നത് x1ന്. വൺസ് x1 ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് ഞാൻ എന്താണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്? എഫ് ഓഫ് x1 കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എഫ് ഓഫ് 2.72 കണ്ടുപിടിക്കുകയാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഓഫ് എക്സിന് നമുക്ക് ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ എക്സിന് പകരം എല്ലാം എന്ത് കൊടുക്കണം? 2.72 വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 0.01797 എന്ന് പറഞ്ഞ വാല്യൂ ആണ് എനിക്ക് കിട്ടുന്നത്. അത് 0നോട് അടുത്താണ്, പക്ഷെ 0 ആയിട്ടില്ല. നമ്മളിപ്പോൾ ഒറ്റ അപ്രോക്സിമേഷൻ അല്ലേ ചെയ്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് 1-2 അപ്രോക്സിമേഷൻ കൂടി ചെയ്ത് നോക്കാം. ഇവിടെ എനിക്കൊരു നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് ഞാൻ എന്ത് നോക്കണം? എഫ് ഓഫ് എക്കാണോ എഫ് ഓഫ് ബിക്കാണോ എനിക്ക് നെഗറ്റീവ് കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ എഫ് ഓഫ് എക്കാണ് എനിക്ക് നെഗറ്റീവ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എന്റെ വാല്യൂ, അതായത് 2 എന്ന് പറഞ്ഞ ഈ വാല്യൂവിന് പകരം ഞാൻ എന്ത് യൂസ് ചെയ്യണം? 2.72 എന്നുള്ള x1ന്റെ വാല്യൂ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ പുതിയ എന്റെ വാല്യൂ 2.72ഉം ബിന്റെ വാല്യൂ 3യും ആയിരിക്കും. അതുപോലെ എനിക്ക് എഫ് ഓഫ് 2.72 ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, എഫ് ഓഫ് ബി അതായത് എഫ് ഓഫ് 3യും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാല്യൂസ് എല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇനി അടുത്ത അപ്രോക്സിമേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റെ എഫ് ഓഫ് എയും ഉണ്ട്, എഫ് ഓഫ് ബിയും ഉണ്ട്, എന്റെ വാല്യൂ ഉണ്ട്, ബിന്റെ വാല്യൂ ഉണ്ട്. ഇതെല്ലാം റിവൈസ് ചെയ്ത വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേഷൻ 2ലേക്ക് പോവുകയാണ്. x2 is equal to സെയിം ഇക്വേഷൻ, പക്ഷേ റിവൈസ് ചെയ്ത വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2.74 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എഫ് ഓഫ് 2.74 എന്ത് വന്നു? ഇത് കിട്ടുന്നത് മൈനസ് 0.00056 ആണ്. ഇത് വളരെ ചെറിയൊരു നമ്പർ തന്നെയാണ്. ദാറ്റ് ഈസ് ടേക്കൺ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? 2.74 ആണ് ഈ ഇക്വേഷന്റെ റൂട്ട് എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ മെത്തേഡിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും ഈ മെത്തേഡിൽ നമ്മൾ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട്. ആ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാനൊരു ഫംഗ്ഷൻ, ഒരു വെരി ജനറൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ എടുത്തിട്ട് അതിന് ഞാനൊരു ഗ്രാഫായിട്ട് ഇതുപോലെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു, ഏതോ ഒരു എക്സിന്റെ വാല്യൂവിൽ ഈ ഒരു ഫംഗ്ഷന് കൊടുക്കുമ്പോൾ അതിന്റെ y വാല്യൂ എന്തായിരിക്കും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം. എന്നാലേ ഈ ഒരു കർവ് വന്നിട്ട് എക്സ് ആക്സിസിൽ മുട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ ഈ ഇക്വേഷന്റെ റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എക്സ് വാല്യൂ, എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫൈനൽ ടാർഗറ്റ്. അപ്പോൾ ഇതിനു വേണ്ടി ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഈ ഒരു കർവിൽ ആർബിട്രറി ആയിട്ട് എ എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് ഞാൻ x0 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും, അതിൻ്റെ ഫംഗ്ഷൻ എഫ് ഓഫ് x0 ആയിരിക്കും. അതായിരിക്കും ഈ പോയിന്റിന്റെ y കോർഡിനേറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരിക്കും, x0യും എഫ് ഓഫ് x0 ആയിരിക്കും. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ പോയിന്റിനെ കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനൊരു ടാൻജന്റ് ഞാൻ നേരെ വരച്ചു കൊടുക്കുവാണ് ഈ കാണിച്ചിരിക്കുന്നത് പോലെ. ഈ ടാൻജന്റ് ഞാൻ വരയ്ക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ടാൻജന്റ് പോയിട്ട് എക്സ് ആക്സിസിനെ മുട്ടും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ ഒരു പ്രൊജക്ഷൻ മേളിലേക്ക് എടുത്തിട്ട് ഈ കർവിൽ വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റിന് ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിന്റെ കോർഡിനേറ്റ് എന്തൊക്കെയായിരിക്കും, ഞാൻ ഈ എക്സ് ആക്സിസിൽ മുട്ടുന്ന പോയിന്റിന്റെ വാല്യൂ നോക്കുമ്പോൾ അത് x1 എന്നുള്ള രീതിയിൽ ഞാൻ അസ്യൂം ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് നമുക്ക് പറയാം x1ഉം എഫ് ഓഫ് x1ഉം ആയിരിക്കും. ഇനി ഈ ഒരു മെത്തേഡിൽ നമ്മളിപ്പോൾ ഈ ഒരു ടാൻജന്റ് എടുത്തിട്ടുണ്ട്. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്തായിരിക്കും, ഈ ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും എന്താ, ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് വരുന്നത്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളണം. ഇനിയിപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ x1 x0 എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റൂട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കാനുള്ള അടുത്ത മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ x1 എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടിയില്ലേ, ഈ പോയിന്റ് റൂട്ടാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ x1ഉം x0യും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. ഇത് രണ്ട് സെയിം ആണെങ്കിൽ അതിന് നമ്മൾ റൂട്ടായിട്ട് എടുക്കും. അത് സെയിം ആകുമ്പോൾ റൂട്ട് ആണോ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം അത് സെയിം ആയില്ല എന്ന് എടുക്കാം. ഇപ്പോൾ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ x1ഉം x0യും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, രണ്ടും വ്യത്യസ്തമായ വാല്യൂസ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് x1 എന്ന് പറഞ്ഞത് നിങ്ങളുടെ റൂട്ട് അല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഐട്രേഷനിൽ നമ്മൾ x1നെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പം ചെയ്ത സെയിം പ്രൊസീജിയർ എല്ലാം ചെയ്യുന്നത്. അതായത് നമ്മൾ ടാൻജന്റ് വരയ്ക്കാൻ പോകുന്നത് എവിടെയായിരിക്കും, ബി എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു ടാൻജന്റ് ഇതുപോലെ വരയ്ക്കും. ടാൻജന്റ് വരയ്ക്കുമ്പോൾ എന്ത് പറ്റും, എക്സ് ആക്സിസിൽ ഒന്നൊരു പോയിന്റിൽ മുട്ടും. ആ പോയിന്റ് ഞാൻ മേളിലേക്ക് എടുക്കും. ഇതായിരിക്കും എൻ്റെ സെക്കൻഡ് പോയിന്റ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഐട്രേഷനിൽ ഈ പോയിന്റും കൺസിഡർ ചെയ്തിട്ടായിരിക്കും പ്രോഗ്രസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു വാല്യൂവിന് ഞാൻ x2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. ഇവിടെ വരെ x1 ആണെന്ന് നമുക്കറിയാം. x2ഉം x1ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. ഈ കേസിലും അത് സെയിം അല്ല. കാര്യം എന്താണ്, x2 എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ റൂട്ട് അല്ല. അപ്പോൾ അടുത്ത ഐട്രേഷനിലേക്ക് നമ്മൾ പോകും. അവിടെ എന്തായിരിക്കും ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യും. അപ്പോൾ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഇവിടെ നിന്ന് ഒരു ടാൻജന്റ് ഇങ്ങനെ വരക്കും. അത് എക്സ് ആക്സിസിൽ മുട്ടും. അതിനെ നമ്മൾ x3 എന്ന് എടുക്കും. x3ഉം x2ഉം കമ്പയർ ചെയ്യും. ഇത് റൂട്ട് ആണെങ്കിൽ ഇത് രണ്ടും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങളിത് പ്രോഗ്രസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. കുറച്ച് കഴിയുമ്പോൾ എന്താ പറ്റുക, ഇതിങ്ങനെ ക്ലോസർ ആയിട്ട് വന്ന് ഫൈനലി ഈ ഒരു പോയിന്റിൽ തന്നെ നിൽക്കും. അപ്പോൾ അവിടെ ടാൻജന്റ് വരച്ചാൽ എന്തായിരിക്കും, എക്സ് ആക്സിസിൽ മുട്ടുന്നതും ടാൻജന്റ് വരയ്ക്കുന്ന പോയിന്റും ഓവർലാപ്പ് ചെയ്ത് കിടക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, xn+1ഉം xnഉം ആ രണ്ട് എക്സിന്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. അങ്ങനെ വന്നൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ്, നമുക്ക് റൂട്ട് എത്തി എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ മെത്തേഡിന്റെ പുറകിലുള്ള ടെക്നിക്ക്. ഇനി ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതെന്നല്ല, ആദ്യത്തെ ഈ ഒരു ടാൻജന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ടാൻജന്റിലെ 2 പോയിന്റ്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് എ എന്ന് പറഞ്ഞ ഈ പോയിന്റ്, പിന്നെ എക്സ് ആക്സിസിൽ മുട്ടുന്ന ഈ ഒരു പോയിന്റ്. ഇതിൽ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്കറിയാം x0യും എഫ് ഓഫ് x0യും ആണ്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും, ഇത് x1ഉം 0യും ആയിരിക്കും. കാരണം അത് എക്സ് ആക്സിസിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. ഇനി ഇതുപോലെ ടാൻജന്റിലെ 2 പോയിന്റ്സ് നമുക്കറിയാന്നുണ്ടെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്കറിയാം. ജനറൽ ഇക്വേഷൻ എന്താണ് സ്ലോപ്പിന്റെ, നിങ്ങൾ കോർഡിനേറ്റ് ജോമെട്രി പഠിച്ചിട്ടുണ്ടാവും. 2 പോയിന്റ്സ് കണക്ട് ചെയ്ത ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്താണ്, y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇത് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് ആണ്. ഫസ്റ്റ് പോയിന്റിന്റെ കോർഡിനേറ്റ് x0യും എഫ് ഓഫ് x0യും ആണ്, അതായത് x1ഉം y1ഉം. അതുപോലെ സെക്കൻഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താണ്, x2ഉം
y2 ആണ്. അത് എന്തൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്? x1 ഉം 0 ആണ്. അപ്പോൾ ഞാൻ ഈ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 0 മൈനസ് എഫ് ഓഫ് x0, അതായത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x1 മൈനസ് x0. ഇവിടെ x1 എന്ന് പറഞ്ഞത് കൺഫ്യൂസ്ഡ് ആകരുത്, സെക്കൻഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ്. അതായത് നമ്മുടെ ജനറൽ ഇക്വേഷനിലെ x2 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആണ് x1 എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ x1 മൈനസ് x0. സോ ഇതാണ് ഈ ലൈനിന്റെ സ്ലോപ്പ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് x0. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ x0 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് x0 എന്ന് പറഞ്ഞാലാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത സ്ലോപ്പ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇത് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു എക്സ്പ്രഷനോട് ഈ എഫ് ഡാഷ് ഓഫ് x0 എന്നുള്ളത് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് ചെയ്യുവാണ്. എഫ് ഡാഷ് ഓഫ് x0 ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ് കിട്ടുന്നത്? മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ x1 മൈനസ് x0 എന്നുള്ളതാണ് കിട്ടുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിനെ ലെഫ്റ്റ് സൈഡിലേക്കും എഫ് ഡാഷ് ഓഫ് x0 എന്നുള്ളതിനെ ഡിനോമിനേറ്ററിലേക്കും കൊണ്ടുവരുവാണ്. അപ്പോൾ എനിക്കിവിടെ x1 മൈനസ് x0 ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x0 എന്ന് കിട്ടുന്നു. അതിൽ നിന്ന് ഞാൻ x1 മാത്രം അവിടെ നിർത്തിയിട്ട് ഈ x0 അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എന്താവും? x1 ഇസ് ഈക്വൽ ടു x0 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x0 എന്നുള്ള രീതിയിലാവും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കേസിൽ കിട്ടുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്ററേഷനിൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ സെക്കൻഡ് ഐറ്ററേഷനിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? x1 ഉം x2 ഉം ആവും. അപ്പോൾ നമ്മൾ ഈ സെയിം പ്രൊസീജിയർ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും? x2 is equal to x1 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x1 എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പോയി നമ്മൾ എല്ലാ കേസും വരുവാണെങ്കിൽ ഈ 2, 1 എന്നെല്ലാം പറയുന്ന വാല്യൂസ് മാറും. അപ്പോൾ നമ്മളത് ജനറൽ ഫോമിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്? x of n plus 1 is equal to x of n minus f of xn divided by f dash of xn എന്നുള്ള ഫോർമുല എഴുതാം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മെത്തേഡിൽ യൂസ് ചെയ്യാൻ പോകുന്ന ജനറൽ ഫോർമുല. അപ്പോൾ ഈ ഒരു ഫോർമുല കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്നത് പോലെ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിന് നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 2 മെത്തേഡിലും ചെയ്ത അതേ പ്രൊസീജിയർ ആണ്. അതായത് എ എന്ന് പറഞ്ഞൊരു പോയിന്റും ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് കൊടുക്കുക. ഈ പോയിന്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരുന്നു നമ്മളുടെ പ്രത്യേകത? എഫ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യണം, എഫ് ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് നെഗറ്റീവ് ആയിരിക്കണം കിട്ടേണ്ടത്, ഒന്ന് പോസിറ്റീവ് ആയിരിക്കും കിട്ടേണ്ടത്. അപ്പം അങ്ങനെയുള്ള എയും ബി എന്ന് പറഞ്ഞ 2 വാല്യൂസ് എടുക്കുക. എന്നിട്ട് ഈ 2 വാല്യൂയിൽ ഏതാണോ 0നോട് ക്ലോസർ ആയിട്ടുള്ളത് അതിനെ നമുക്ക് x0 ആയിട്ട് എടുക്കാം. അങ്ങനെ x0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് ഐറ്ററേഷൻ തുടങ്ങാം. ഫസ്റ്റ് സെറ്റ് ഓഫ് ഐറ്ററേഷനിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമുല എന്തായിരിക്കും? x1 is equal to x0 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് x0 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണ്? ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ എന്തൊക്കെ വേണം? എഫ് ഓഫ് x0 വേണം, എഫ് ഡാഷ് ഓഫ് x0 വേണം, x0 വേണം. x0 ഓൾറെഡി നമ്മളിപ്പോൾ ഫൈനലൈസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ്. അതിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് എഫ് ഓഫ് x0യും എഫ് ഡാഷ് ഓഫ് x0യും എത്രയാണ് ന്യൂമറിക്കലി വരുന്നതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു? 3 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയപ്പോൾ നമുക്ക് x0 ഉണ്ട്, എഫ് ഓഫ് x0 ഉണ്ട്, എഫ് ഡാഷ് ഓഫ് x0 ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ജനറൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 is equal to x0 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് x0. അപ്പോൾ എന്ത് കിട്ടും? x1 കിട്ടും. ഇനി x1 എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് ആയിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ കൺക്ലൂഷൻ വരേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ വരേണ്ടത്? x1 ഉം x0യും സെയിം ആയിരിക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യുമ്പോൾ സെയിം ആണെങ്കിൽ x1 റൂട്ടായിട്ട് എടുക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? x0നെ x1 കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് അടുത്ത സെറ്റ് ഓഫ് ഐറ്ററേഷൻ ചെയ്യുക. സോ റീപ്ലേസ് ദ വാല്യൂ ഓഫ് x0 ബൈ x1 ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് x2. അപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയർ എല്ലാം റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത ഇക്വേഷൻ എങ്ങനെയായിരിക്കും? x2 is equal to x1 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x1 എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ x2 കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് x2ഉം x1ഉം കമ്പയർ ചെയ്യുക. സെയിം ആണെങ്കിൽ x2 ആണ് റൂട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഐറ്ററേഷൻ കണ്ടിന്യൂ ചെയ്യണം. എവിടെ വരെ? x ഓഫ് n പ്ലസ് 1 ഈസ് ഈക്വൽ ടു x ഓഫ് n ആകുന്നത് വരെ നമ്മൾ ഐറ്ററേഷൻ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ x ഓഫ് n പ്ലസ് 1 അല്ലെങ്കിൽ xn രണ്ടും സെയിം ആയിരിക്കും. അതാണ് നമ്മളുടെ റൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ നമ്മൾ ഒരു ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ആദ്യമായി എടുത്തിരിക്കുന്ന പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ x³ - 2x + 0.5 = 0 എന്നുള്ളത്.
അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ തുടങ്ങാനായിട്ട് ആദ്യമേ നമുക്ക് ഒരു x0 എന്ന് പറഞ്ഞൊരു വാല്യൂ വേണം. എക്സിൻ്റെ ഒരു വാല്യൂ എടുത്തിട്ട് ഫസ്റ്റ് ഐറ്ററേഷൻ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷനിലും റെഗുലർ ഫോൾസി മെത്തേഡിലും ആദ്യം ചെയ്തതുപോലെ എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫംഗ്ഷൻ വാല്യൂസ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യണം. എ എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കുന്നു, ബി എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കുന്നു. ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് പോസിറ്റീവായിട്ട് എനിക്ക് കിട്ടണം, ഒന്ന് നെഗറ്റീവായിട്ട് എനിക്ക് കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കൺക്ലൂഷൻ? ഈ രണ്ട് വാല്യൂസിൻ്റെ ഇടയിലാണ് ആക്ച്വൽ റൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫംഗ്ഷൻ വാല്യൂ 0നോട് ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതിനാണ്? എഫ് ഓഫ് 0നാണ്. അത് 0.5 ആണ്. 0നോട് കുറച്ചും കൂടി അടുത്ത വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ x0 എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ട് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഈ 0 എന്ന് പറഞ്ഞ എക്സിൻ്റെ വാല്യൂ ആണ്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഈ 0.5 ആണ് 0നോട് ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ 0.5 ആണ് 0നോട് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ x0 0 ആയിട്ട് എടുക്കുന്നു. ഇനി ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങൾ x0ന് ഒരു വാല്യൂ കൊടുത്താലും തെറ്റില്ല, അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ വരുന്നൊരു മെയിൻ ഇക്വേഷനിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടാവും, അതുപോലെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടാവും. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എഫ് ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അതുള്ളത് കൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ എഫ് ഓഫ് എക്സിൽ നിന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് കിട്ടും? നമുക്കറിയാം, ഈ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ 3x² - 2 എന്നുള്ളതായിരിക്കും നമ്മളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് ഉണ്ട്, എഫ് ഡാഷ് ഓഫ് എക്സ് ഉണ്ട്, x0യും ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഫസ്റ്റ് ഐറ്ററേഷൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി നമ്മളുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഐറ്ററേഷൻ ചെയ്യാം. അപ്പോൾ അതിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. x1 = x0 - f of x0 / f dash of x0. അപ്പോൾ x0ന്റെ വാല്യൂയും എഫ് ഓഫ് x0ന്റെ വാല്യൂയും എഫ് ഡാഷ് ഓഫ് x0ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഇവിടെ നമുക്ക് 0.25 ആണ് കിട്ടുന്നത്. ഇനി x1 അല്ലെങ്കിൽ ഈ 0.25 എന്ന് പറയുന്നത് റൂട്ട് ആയിരുന്നെങ്കിൽ ഈ x1ന്റെ വാല്യൂയും x0ന്റെ വാല്യൂയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് x0ന്റെ വാല്യൂ എത്ര കിട്ടിയത്? 0 ആണ്. x1ന്റെ വാല്യൂ 0.25 ആണ്. നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതായത് x1 അല്ല നമ്മളുടെ ഇക്വേഷൻ്റെ റൂട്ട് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി നമ്മൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യണം? അടുത്ത സെറ്റ് ഓഫ് ഐറ്ററേഷനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ഐറ്ററേഷനിലേക്ക് പോകുമ്പോഴേക്കും x0ന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? x1 വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി എഫ് ഓഫ് x1ഉം എഫ് ഡാഷ് ഓഫ് x1ഉം കൂടി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം വേണം അടുത്ത ഐറ്ററേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഫ് ഓഫ് x1ഉം എഫ് ഡാഷ് ഓഫ് x1ഉം ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ രണ്ട് വാല്യൂസ് ആണ് കിട്ടുന്നത്. ഇനി ഞാൻ അടുത്ത ഐറ്ററേഷൻ ചെയ്യുവാണ്. അപ്പോൾ x2 = x1 - f of x1 / f dash of x1. അപ്പോൾ ഇതിലേക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? 0.2586. അപ്പോൾ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? x2ഉം x1ഉം കമ്പയർ ചെയ്ത് നോക്കുക. x1ന്റെ വാല്യൂ എത്രയായിരുന്നു? 0.25 ആണ്. x2ന് ഇപ്പോൾ കിട്ടിയ വാല്യൂ എത്രയാണ്? 0.2586. അപ്പോൾ ചെറിയ വേരിയേഷനേ ഉള്ളൂ. എന്നാലും സാറില്ല, നമുക്ക് ഒരു സെറ്റ് ഐറ്ററേഷൻ കൂടി ചെയ്ത് നോക്കാം. ചിലപ്പോൾ സെയിം ആയിട്ട് കിട്ടുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി അടുത്ത സെറ്റ് ഓഫ് ഐറ്ററേഷനിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത സെറ്റ് ഓഫ് ഐറ്ററേഷനിൽ x1 അല്ല കൺസിഡർ ചെയ്യേണ്ടത്. x1ന് പകരം x2 വേണം കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം? എഫ് ഓഫ് x2 ഇവാലുവേറ്റ് ചെയ്യുക, എഫ് ഡാഷ് ഓഫ് x2 ഇവാലുവേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ആ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത ഇക്വേഷൻ എന്തായിരിക്കും? x3 = x2 - f of x2 / f dash of x2. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എല്ലാം ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 0.2586. അപ്പോൾ നിങ്ങൾ നോക്കിയേ, x3ന്റെയും x2ന്റെയും വാല്യൂ നോക്കി, ഇത് രണ്ടും എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഈ x3 അല്ലെങ്കിൽ 0.2586 എന്നുള്ളത് ഈ ഇക്വേഷൻ്റെ റൂട്ടാണെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാം, സിൻസ് x3 = x2 = 0.2586, the root of the equation can be taken as 0.2586. അപ്പോൾ ഈ രീതിയിലാണ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു പ്രോബ്ലമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ്, ഫൈൻഡ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ x log x = 1.2 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 3ഉം ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും എനിക്ക് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കുമ്പോൾ ഈ 0.2313 എന്നുള്ളതാണ് 0നോട് കുറേ കൂടി ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് x0 ആയിട്ട് എന്തെടുക്കണം? ഈ 3 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാം. അതുകൊണ്ട് ഞാനിവിടെ x0 3 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം?
നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സേ ഉള്ളൂ, ഒരു എഫ് ഡാഷ് ഓഫ് എക്സും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് ലോഗ് എക്സ് മൈനസ് 1.2 എന്നുള്ളതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോഴേക്കും അത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ഐറ്ററേഷൻ ചെയ്യാം. ഫസ്റ്റ് ഐറ്ററേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും, x1 is equal to x0 minus f of x0 divided by f dash of x0 എന്നുള്ളതായിരിക്കും. x0ന്റെ വാല്യൂ നമുക്കറിയാം 3 ആണ്. f of x0 എങ്ങനെ കണ്ടുപിടിക്കാം, ഈ 3നെ എടുത്തിട്ട് നമ്മളുടെ f of x അതായത് x log x minus 1.2 is equal to 0 എന്ന് പറഞ്ഞതാണല്ലോ നമുക്കുള്ള ഫംഗ്ഷൻ. അപ്പോൾ അതിൽ എക്സിന് പകരമല്ല ഈ x0ന്റെ വാല്യൂ ആയ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആ ഫൈനൽ വാല്യൂ, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണോ കിട്ടുന്നത് അത് ഇവിടെ എഴുതുക. അത് കഴിഞ്ഞാൽ എന്താ ഉള്ളത്, അതിന്റെ ഡിനോമിനേറ്ററിൽ എഫ് ഡാഷ് ഓഫ് x0 ഉണ്ട്. അപ്പോൾ ഈ 3നെ എടുത്തിട്ട് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന്റെ എക്സിന്റെ സ്ഥാനത്ത് ഈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ടോട്ടൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുക. കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്, 2.746 എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ x1ന്റെ വാല്യൂ. ഇനി x1നെയും x0നെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയത് 2.746 x0 3 അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ റൂട്ട് ഇപ്പോൾ എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്ററേഷനിലേക്ക് പോവാം. അടുത്ത ഐറ്ററേഷനിലേക്ക് ചെയ്യുമ്പോൾ x1 ആണ് x0ന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് x1ഉം എഫ് ഡാഷ് ഓഫ് x1ഉം ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ എഫ് ഡാഷ് ഓഫ് എക്സ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ഇക്വേഷൻ എന്തായിരിക്കും എൻ്റെ, x2 is equal to x1 minus f of x1 divided by f dash of x1 എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് എല്ലാം ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x1 എത്രയാണ്, 2.746. എഫ് ഓഫ് x1 എത്രയാണ്, 0.0047. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എഫ് ഡാഷ് ഓഫ് x1 എന്താണ്, 0.8730 ആണ്. അപ്പോൾ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്, 2.741 ആണ്. ഞാൻ എന്ത് ചെയ്യണം, x2 x1 കമ്പയർ ചെയ്ത് നോക്കാം. ഇത് 2.741 ആണ്, ഇവിടെ 2.746 ആണ് കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു സെറ്റ് ഓഫ് അപ്രോക്സിമേഷനും കൂടി ചെയ്യാം. അപ്പോൾ അടുത്ത ഐറ്ററേഷനിലേക്ക് പോകുന്നതിന് മുന്നേ x2ന് പകരം x1ന് പകരം ഞാൻ എന്ത് യൂസ് ചെയ്യണം, ഞാൻ അടുത്ത ഐറ്ററേഷനിൽ x2 വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എഫ് ഓഫ് x2ഉം എഫ് ഡാഷ് ഓഫ് x2 നമുക്ക് ആദ്യം തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. ഈ രണ്ട് വാല്യൂസ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഇക്വേഷൻ എന്തായിരിക്കും, ഇത് തേർഡ് ഐറ്ററേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് x3 is equal to x2 minus f of x2 divided by f dash of x2 എന്നുള്ളതായിരിക്കും. ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനൽ വാല്യൂ എത്ര കിട്ടിയത്, 2.741. ഇത് തന്നെയായിരുന്നു നമ്മുടെ x2ന്റെ വാല്യൂ. അപ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, സിൻസ് x3 is equal to x2 is equal to 2.741, the root of the equation can be taken as 2.741. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട് നമുക്ക് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ മെത്തേഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ടേബിളിൽ കുറേ എക്സ് വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വാല്യൂസും ഇവിടെ നമ്മൾ ടാബുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സെറ്റ് ഓഫ് ഡാറ്റ നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഒരു ഡാറ്റ x1ന്റെയും x2ന്റെയും ഇടയിലുള്ള ഒരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ എത്രയാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺക്രീറ്റിൽ റിസർച്ച് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ആ കമ്പനിയിൽ ഇപ്പോൾ കോൺക്രീറ്റിൽ റിസർച്ച് നടക്കുകയാണ്. കോൺക്രീറ്റിൽ ആഡ് ചെയ്യുന്ന സിമെന്റിന്റെ അകത്ത് ഒരു സ്പെഷ്യൽ കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് അവർ ആ സിമെന്റിന്റെ സ്ട്രെങ്ത് കൂടുകയോ കുറയോ എന്നുള്ളതാണ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ആഡ് ചെയ്യുന്ന കെമിക്കലിന്റെ പെർസെൻറ്റേജിന് ഞാൻ തൽക്കാലം എക്സ് വാല്യൂ ആയിട്ട് എടുക്കുവാണ്. അപ്പോൾ എക്സ് വാല്യൂ പല വാല്യൂസ് എടുക്കും എക്സിന്. അപ്പോൾ അതായത് ആദ്യം ചിലപ്പോൾ 5% ആയിരിക്കും ആഡ് ചെയ്യുന്നത്, പിന്നെ 10% ആയിരിക്കും, പിന്നെ 15% ആയിരിക്കും. അങ്ങനെ ഒരു 4 വാല്യൂ ഉണ്ടെന്ന് നമുക്ക് എടുക്കാം. ലാസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത് 20%. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ സ്ട്രെങ്ത്തും അവരെ എക്സ്പെരിമെന്റിൽ കണ്ടുപിടിക്കും. നമുക്കറിയാം കോൺക്രീറ്റ് നമ്മൾ എങ്ങനെ എക്സ്പെരിമെന്റിൽ കണ്ടുപിടിക്കുന്നത്, ഈ പെർസെൻറ്റേജിൽ കെമിക്കൽ സിമെന്റിൽ ആഡ് ചെയ്ത് ആ സിമെന്റ് ഉണ്ടാക്കി അത് യൂസ് ചെയ്ത് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതിന് ശേഷം 28 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫൈനൽ 28 ഡേ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് ഈ 5% ആഡ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഫസ്റ്റ് വാല്യൂ വൈ വാല്യൂ ആയിട്ട് കിട്ടി കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്. അതുപോലെ 10% ആഡ് ചെയ്തതിൽ എനിക്ക് രണ്ടാമത്തെ കോളത്തിൽ കിട്ടിയിട്ടുണ്ട്. 15% ആഡ് ചെയ്തത് എനിക്ക് മൂന്നാമത്തെ കോളത്തിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് 20% ആഡ് ചെയ്തത് നാലാമത്തെ കോളത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ റിസർച്ചിന്റെ ആവശ്യത്തിന് എനിക്ക് ഈ 10%-നും 15%-നും ഇടയിലുള്ള ഒരു വാല്യൂ, സപ്പോസ് ഞാനൊരു 12% കെമിക്കൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പെട്ടെന്ന് അറിയണം. അപ്പോൾ എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല. കാര്യം എന്താണ്, എക്സ്പെരിമെന്റ് ചെയ്താൽ 28 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 12%-ലെ
കെമിക്കലാണ് ഞാൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കോൺക്രീറ്റ് സ്ട്രെങ്ത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ഇന്റർപോളേഷൻ എന്നുള്ളത്. അങ്ങനെ ഇന്റർപോളേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ മെത്തേഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കോൺക്രീറ്റിന്റെ കേസിൽ മാത്രമല്ല ഏതൊരു ഡാറ്റേന്റെ കേസിലും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അത് ചിലപ്പോൾ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായ കുറച്ച് റിസൾട്ട് ആകാം. അങ്ങനെ എവിടെന്നെങ്കിലും കിട്ടിയ കുറച്ച് ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. എന്നിട്ട് ആ ഡാറ്റയിൽ ഇല്ലാത്തൊരു വാല്യൂവിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഇന്റർപോളേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ലഗ്രാഞ്ച് ഇന്റർപോളേഷനിലേക്ക് കിടക്കാം. ലഗ്രാഞ്ച് ഇന്റർപോളേഷനിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടേബിൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കുറേ എക്സ് വാല്യൂസ് ഉണ്ട്, കുറേ വൈ വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു എക്സ് വാല്യൂസ് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ എക്സ് ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ എടുക്കും. നമുക്കറിയാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ തരുന്നുണ്ട്. ആ ഇക്വേഷനിലേക്കുള്ള വാല്യൂസ് നമ്മൾ ഈ ടേബിളിൽ നിന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അങ്ങനെയാണ് നമ്മൾ ലഗ്രാഞ്ച് ഇന്റർപോളേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇത് ഒരു പക്കാ ജനറൽ ഫോമിലാണ് അവർ തന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയുടെ എണ്ണം അനുസരിച്ച് നമ്മൾ ഈ ഇക്വേഷൻ മോഡിഫൈ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാബുലേറ്റഡ് ഡാറ്റയിൽ ഫസ്റ്റ് എക്സ് വാല്യൂവിനെ നമ്മൾ x0 എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ x1 x2 അപ് ടു xn വരെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് പഠിക്കാനായിട്ട് എളുപ്പമാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എല്ലാ ടേംസിലും ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണെന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ഒന്ന് അസ്യൂം ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ വരുമ്പോഴേക്കും x മൈനസ് x0 ഇൻറ്റു എക്സ് മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x2 ഇൻറ്റു എക്സ് മൈനസ് x3 അങ്ങനെ എവിടം വരെ ഉണ്ട്? എക്സ് മൈനസ് xn വരെയാണെന്ന് അസ്യൂം ചെയ്യാം. അതുപോലെ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ തന്നെ x0 മൈനസ് x0 ഇൻറ്റു x0 മൈനസ് x1 ഇൻറ്റു x0 മൈനസ് x2 ഇൻറ്റു x0 മൈനസ് x3 അപ് ടു x0 മൈനസ് xn ആണെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യും. ഇതാണ് സ്റ്റാൻഡേർഡ്. എല്ലാ ടേംസിലും ഇതുപോലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആണെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മേളിലെ എക്സ് മൈനസ് x0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം ആയതുകൊണ്ട്, ഈ ഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും? x0 മൈനസ് x0യിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഡിനോമിനേറ്ററിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ x0 മൈനസ് x0 അത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ ഒരു ടേം വന്നാൽ കംപ്ലീറ്റ് ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പോൾ നമ്മൾ ആ ഒരു ടേം ഇതിൻ്റെ അകത്തുനിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് അവോയ്ഡ് ചെയ്യും. അങ്ങനെ x0 ഉള്ളൊരു ടേം അവോയ്ഡ് ചെയ്തതുകൊണ്ട് ന്യൂമറേറ്ററിലേക്ക് നോക്കുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? x മൈനസ് x0 എന്ന് പറഞ്ഞൊരു ടേം അവിടെ ഉണ്ട്. ആ ടേമിനെ കൂടി അവോയ്ഡ് ചെയ്യുക. ഈ സെയിം പ്രൊസീജിയർ എല്ലാ പാർട്ടിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ട് എടുത്തിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ വരേണ്ടത് എങ്ങനെയാണ് ശരിക്കും? x മൈനസ് x0 ഇൻറ്റു എക്സ് മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x2 ഇൻറ്റു എക്സ് മൈനസ് x3 അങ്ങനെ എക്സ് മൈനസ് xn വരെ പോകണമായിരുന്നു. അടിയിലാണെങ്കിലോ ഇതിപ്പോൾ രണ്ടാമത്തെ ടേം ആയതുകൊണ്ട് x0 മൈനസ് x1 എന്നായിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പകരം x1 മൈനസ് x0 ഇൻറ്റു x1 മൈനസ് x1 വന്നെ വരുന്നു. പക്ഷേ x1 മൈനസ് x1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് 0 ആണ്. അപ്പോൾ നമ്മൾ അതിന് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ ഇവിടെ x1 ആണ് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ നിങ്ങൾ നോക്കി x മൈനസ് x0 കഴിഞ്ഞിട്ട് x മൈനസ് x1 വേണമായിരുന്നു. പക്ഷെ അതിവിടെ കൊടുത്തിട്ടില്ല. ഡിനോമിനേറ്ററിൽ 0 എന്ന ടൈം ക്യാൻസൽ ആകുമ്പോൾ ന്യൂമറേറ്ററിലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെറ്റ് ടൈം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ബാക്കി എല്ലാ ടൈംസും സെയിം തന്നെയായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് y0 ആയിരിക്കും, രണ്ടാമത്തെ പാർട്ട് വരുമ്പോൾ y1 ആയിരിക്കും. അങ്ങനെ പോയി yn വരെ. സപ്പോസ് നമുക്ക് 10 ടേംസ് ആണ് ഉള്ളത്, കോളംസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിളിൽ ലാസ്റ്റ് y10 വരെയാണ് നമ്മൾ ഇതുപോലെ പ്രൊസീഡ് ചെയ്യേണ്ടത്. സപ്പോസ് നമ്മുടെ കയ്യിൽ 3 വാല്യൂസ് ആണ് ഉള്ളത്. x0 ഉണ്ട്, x1 ഉണ്ട്, x2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏത് വരെ എടുക്കണം? നമ്മൾ ഫസ്റ്റ് ടേം എന്താവും? x മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x2. x2 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കോളമാണ്. അപ്പോൾ അവിടം വരെ ന്യൂമറേറ്ററിൽ ഉണ്ടാവുള്ളൂ. അതുപോലെ ഡിനോമിനേറ്ററിലോ x0 മൈനസ് x1 ഉണ്ടാവും, x0 മൈനസ് x2 ഉണ്ടാവും ഇൻറ്റു y0 പ്ലസ് x മൈനസ് x0 ഇൻറ്റു എക്സ് മൈനസ് x2 ബൈ എക്സ് മൈനസ് x0 ഇൻറ്റു x1 മൈനസ് x2 ഇൻറ്റു y1. ഇത് കൂടാതെ ഒരു ടൈം കൂടി നമുക്ക് വന്നാൽ എന്തായിരിക്കും? എക്സ് മൈനസ് x0 ഇൻറ്റു എക്സ് മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x0 ഇൻറ്റു x2 മൈനസ് x1 ഇൻറ്റു y2. അങ്ങനെ 3 ടേംസ് ആയിരിക്കും. നമുക്ക് സപ്പോസ് 3 സാമ്പിൾസ് ആണ് കയ്യിലുള്ളത്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫൈനൽ ഇക്വേഷനിൽ 3 ടേംസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് കൺസെപ്റ്റിൽ കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി കിട്ടും. ഈ ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ യൂസിംഗ് ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ ഫോർമുല ഫൈൻഡ് ദ വാല്യൂ കറസ്പോണ്ടിങ് ടു x is equal to 10 ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമുക്കൊരു സെറ്റ് ഡാറ്റ തന്നിട്ടുണ്ട്. ഇതിൽ കുറേ എക്സ് വാല്യൂസ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസും ഉണ്ട്. അപ്പോൾ നമ്മൾ
എക്സ് വാല്യൂ നോക്കുകയാണെങ്കിൽ 5 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. പക്ഷേ ഇവർ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ട ഏതാണ്? എക്സിന്റെ വാല്യൂ 10 ആവുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താവും എന്നുള്ളതാണ് ഇതിനെ വെച്ചിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ലഗ്രാഞ്ച് ഇന്റർപോളേഷനിലെ ജനറൽ ഇക്വേഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വാല്യൂസ് നമ്മൾ ഈ ടേബിളിൽ നിന്ന് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മളുടെ ടേബിളിലുള്ള വാല്യൂസിന്റെ എണ്ണം നോക്കുക. ഇത് x0, x1, x2, x3. നമുക്ക് 4 ടേം ഉള്ളതുകൊണ്ട് നമ്മളുടെ ഫൈനൽ ഇക്വേഷനിലും 4 ടേംസേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ടേംസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും? x മൈനസ് x1 ഇൻറ്റു x മൈനസ് x2 ഇൻറ്റു x മൈനസ് x3 ഡിവൈഡഡ് ബൈ x0 മൈനസ് x1 ഇൻറ്റു x0 മൈനസ് x2 ഇൻറ്റു x0 മൈനസ് x3 ഇൻറ്റു y0. y0 എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? x0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y-ന്റെ വാല്യൂ, അതാണ് y0, പ്ലസ് x minus x0 into x minus x2 into x minus x3 divided by x1 minus x0 into x1 minus x2 into x1 minus x3 into y1 plus അതുപോലെ നമ്മൾ അടുത്തതിൽ y2 വരും, ഫൈനലി y3 വരും. അപ്പോൾ നമ്മളുടെ 4 ടേംസ് ആയി. നമ്മുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 കോളം ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസും വരുത്തി ഈ ഒരു ഫോർമുല ആയിരിക്കും ഈ പ്രോബ്ലത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു വാല്യൂ ആണോ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 10. 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് എഫ് ഓഫ് 10 ഇസ് ഈക്വൽ ടു ഈ എക്സിന്റെ സ്ഥാനത്തെല്ലാം എന്ത് എഴുതാം? 10 എന്ന് എഴുതാം. x1 എന്താണ്? 5 അല്ല, ഇതാണ് നോർമലി എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്ക്. ഇത് x0 ആണ്. x1 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഇവിടെ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x2 എന്തായിരിക്കും? 9 ആണ്. x3 എന്തായിരിക്കും? 11 ആണ്. ഇനി ഡിവൈഡ് ബൈ x0ന്റെ വാല്യൂ എന്താണ്? ഇത് 5 ആണ്. x1 നേരത്തെ പറഞ്ഞ പോലെ 6, x2 9, x3 11, y0ന്റെ വാല്യൂ എന്തായിരിക്കും? 12 ആണ്. അപ്പോൾ ഇത് ഈ ഒരു പാർട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതുപോലെ ബാക്കിയുള്ള 3 ഭാഗങ്ങളിലും നമ്മൾ എക്സിൻ്റെയും x1ൻ്റെയും x2ൻ്റെയും x3ൻ്റെയും അതുപോലെ y1ൻ്റെയും y2ൻ്റെയും y3ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈനൽ ആൻസർ നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എക്സിൻ്റെയും x0ൻ്റെയും x1ൻ്റെയും അതുപോലെ y0, y1 അങ്ങനെയുള്ള എല്ലാ ടേംസിൻ്റെയും വാല്യൂ നമുക്ക് അറിയാം. ഡയറക്റ്റ് ടേബിളിലും ക്വസ്റ്റ്യനിലും ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നേരെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 14.7 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് എഫ് അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 10 ആവുമ്പോൾ വൈക്ക് ഉണ്ടാകുന്ന വാല്യൂ. വൈക്ക് എത്രയായിരിക്കും വാല്യൂ? 14.7 ആയിരിക്കും. അപ്പോൾ നമുക്ക് ടേബിളിലേക്ക് നോക്കിയാൽ അറിയാം, 9ന് 14 ആയിരുന്നു, 11 ആയപ്പോൾ 16 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ ആണ് 10. അതിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് പ്രഡിക്റ്റ് ചെയ്തത് എത്രയാണ്? 14.7 എന്നുള്ളതാണ്. ഇത് എക്സാക്ട് വാല്യൂ ആയിരിക്കും എന്നുള്ളതല്ല, അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് തന്നെയായിരിക്കും നമ്മളെപ്പോഴും ഇന്റർപോളേഷൻ യൂസ് ചെയ്യുമ്പോഴേക്കും.